لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم صدق الله العلي العظيم صدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാർ, പ്രസ്ഥാന കുടുംബത്തിലെ നേതൃത്വങ്ങൾ, പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല സംഗമങ്ങളും പ്രവർത്തനങ്ങളും ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന സ്വാലിഹായ സൽക്കർമ്മമായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമുഖങ്ങളൊന്നും നീട്ടാതെ അൽഹംദുലില്ലാഹ് നീണ്ട 20 വർഷക്കാലമായി പ്രവാസ ലോകത്ത് ധന്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടക് സുന്നി വെൽഫെയർ അസോസിയേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ പാടാനും പറയാനും പഠിക്കാനും ഒരുമിച്ച് കൂടുക, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത്. ലോകത്ത് ഏറ്റവും നല്ല സദസ്സുകൾ, ഏറ്റവും നല്ല സംഗമങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ കൊടക് സുന്നി വെൽഫെയർ അസോസിയേഷൻ 20 വർഷങ്ങൾ കൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല മനുഷ്യരായ അൽ ഇൻസാനുൽ കാമിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാനും പാടാനും കേൾക്കാനും ജനങ്ങൾക്ക് പഠിക്കാനും വേണ്ടി വേദി ഒരുക്കുക, അതിനുവേണ്ടി ജനങ്ങൾക്ക് എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഏറ്റവും നല്ല മജ്ലിസിലാണ്, ഏറ്റവും നല്ല മഹത്വമായ സംഗമത്തിലാണ് മുഅ്മിനീങ്ങളായ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരിശുദ്ധ ഇസ്ലാമിന്റെ പൂർത്തീകരണം കഴിഞ്ഞ് 23 വർഷത്തെ പ്രബോധനത്തിന് ശേഷം ലക്ഷക്കണക്കിന് അനുയായികളുമായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങി വരുമ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കിയ, നൂറുകണക്കിന് അനുയായികളെ കൊന്നൊടുക്കിയ, സ്വന്തം പെരടിയിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞ കൊലൽമാലകൾ വെച്ച് ആക്രമിച്ച മുഹമ്മദും അനുയായികളും തിരിച്ചു വരുന്നുണ്ട് എന്ന് പേടിച്ച് ആത്മഹത്യ ചെയ്യാനൊരുങ്ങിയ മുശ്രിക്കീങ്ങൾക്ക് സമാധാനപരമായി പരിശുദ്ധ ഖുർആൻ വമൻ ദഖലഹു കാന ആമിന, ആരെങ്കിലും കഅബയുടെ ഉള്ളിൽ പ്രവേശിച്ച് അഭയം തേടിയാൽ അയാൾക്ക് രക്ഷയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞപ്പോ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറഞ്ഞു, മഹാന്മാരുടെ ഖൽബിൽ സ്ഥാനം കിട്ടിയ മനുഷ്യർക്ക്, മഹാന്മാരുടെ സ്നേഹം അനുഭവിക്കാൻ സാധ്യമാകുന്ന മനുഷ്യർക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷയുണ്ട് എന്ന് ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കടല് കടന്ന് കനൽപഥങ്ങളിലൂടെ നീങ്ങി കുടുംബത്തിന്റെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി രാവിലെയും രാത്രിയും എന്ന വ്യത്യാസമില്ലാതെ ചൂടും തണുപ്പും വകവെക്കാതെ ജീവിതത്തിന്റെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന പ്രവാസികളായ മുസ്ലിം സഹോദരന്മാർ, നമ്മുടെ ഈ ചുരുങ്ങിയ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മഹാന്മാരുടെ ഖൽബിലേക്ക് മഹാന്മാരുടെ സ്നേഹം എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ്. ആ അർത്ഥത്തിൽ മഹാന്മാരിൽ മഹാനായ ഏറ്റവും കൂടുതൽ നമുക്ക് ഖൽബിൽ സ്ഥാനം കിട്ടേണ്ടത്, ഏറ്റവും കൂടുതൽ നമുക്ക് സ്നേഹം ഇങ്ങോട്ട് കിട്ടേണ്ടത് മഹാന്മാരിൽ മഹാനായ അൽ ഇൻസാനുൽ കാമിൽ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിലാണ് നമുക്ക് സ്ഥാനം കിട്ടേണ്ടത്. അവിടുത്തെ സ്നേഹമാണ് നമുക്ക് ഇങ്ങോട്ട് അനുഭവിക്കേണ്ടത്. അവിടെ നിന്നാണ് നമ്മെ ജീവിതത്തിലേക്ക് കൺട്രോൾ ചെയ്യാൻ നാം എത്തിച്ചേരേണ്ടത്. അതിനെന്താണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത്? സ്വന്തം ജീവിതം മറന്നുപോയി
നാട്ടിലെ ജീവിതങ്ങൾക്ക് എങ്ങനെയെങ്കിലും സന്തോഷം പകരാൻ വേണ്ടി ഈ മണലാരുണ്യത്തിന്റെ ചൂട് സഹിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മുത്തുനബിയെ കേൾക്കാൻ വേണ്ടി വന്ന കരളിന്റെ കഷ്ണങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് എങ്ങനെയാണ് നമുക്ക് മുത്തുനബിയുടെ ഖൽബിൽ സ്ഥാനം നേടേണ്ടത്? സ്ഥാനം നേടിയ മഹാന്മാർ സഞ്ചരിച്ച വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാനാകണം. സ്ഥാനം നേടിയ മഹാന്മാർ തങ്ങളെ എങ്ങനെയാണോ പരിചയപ്പെട്ടത്, തങ്ങളെ എങ്ങനെയാണോ ബന്ധപ്പെട്ടത്, ആ വഴിയിലൂടെ സഞ്ചരിക്കാനും ആ വഴി സ്വീകരിക്കാനും നമുക്കാകണം. ആരാണ് തങ്ങളെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടതും സ്ഥാനം നേടിയതും നാം പഠിക്കേണ്ടതുണ്ട്. ആദരണീയരായ ബദ്റുസ്സാദാത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല. ആരാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിൽ സ്ഥാനം കിട്ടിയത്? ഈ ലോകത്ത് തർക്കമില്ലാത്ത ഒരു വിഷയമാണ് സ്വഹാബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്താണ്. ലോകത്ത് എത്ര തന്നെ ഔലിയാക്കൾ കടന്നു വന്നാലും, ആയിരക്കണക്കിന് വർഷങ്ങൾ സുജൂദിൽ മാത്രം കടന്നുകൊണ്ട് ഇബാദത്ത് ചെയ്താലും, ഹബീബായ തങ്ങളെ ഒരു സെക്കൻഡ് മുസ്ലിമായ നിലക്ക് കാണുകയും ആ തങ്ങളെ വിശ്വസിച്ച് അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്ത ഒരു സ്വഹാബിയേക്കാൾ സ്ഥാനമുള്ള ഒരു ഔലിയാവും ലോകത്ത് വരാനില്ല എന്നുള്ളത് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ തർക്കമില്ലാത്ത വിഷയമാണ്. സ്വഹാബത്തിനെ തള്ളിപ്പറയുന്നവർ ഉണ്ട്, സ്വഹാബത്ത് ദീനിൽ തെളിവല്ല എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് പരിശുദ്ധ ഖുർആനാണെന്ന് പറയാൻ വേറെ തെളിവുകൾ ഇല്ല. ഇത് പരിശുദ്ധ ഖുർആനാണ് എന്ന് സ്വഹാബത്താണ് ഈ ലോകത്ത് പഠിപ്പിച്ചു തന്നത്. തങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത് എന്ന് സ്വഹാബത്താണ് ലോകത്ത് പഠിപ്പിച്ചു തന്നത്. കരളിന്റെ കഷ്ണങ്ങളായ പ്രവാസ ലോകത്തുള്ളവരോട് പറയട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥമായ ആശയങ്ങളിൽ നിന്ന് വഴിതെറ്റിപ്പോകാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സാധ്യതയുള്ള മേഖലയാണ് നിങ്ങളുടെ പ്രവാസ ജീവിതം. പച്ചയും ചുവപ്പുമുള്ള ദിർഹമിന്റെയും ദീനാറിന്റെയും നോട്ട് കാണുമ്പോ നാട്ടിൽ ആഘോഷിച്ചും വിശ്വസിച്ചും വന്ന ആചാരങ്ങളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളും മറന്നുപോയാൽ ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമഇദിൻ ഖാശിയ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. നബിയെ, തങ്ങൾക്ക് ചില മുഖങ്ങളെ ആഖിറത്തിൽ കാണാം. അവരുടെ മുഖങ്ങൾക്ക് വല്ലാത്ത കറുപ്പുണ്ട്. അവർക്കൊരു പക്ഷേ ഒരുപാട് ഇബാദത്തുകൾ ഉണ്ടാകും. പക്ഷേ അവർ ദുനിയാവിന് വേണ്ടി ആഖിറം വിറ്റവരാണ്. പണങ്ങൾക്ക് വേണ്ടി ആദർശങ്ങളെ ചോദ്യം ചെയ്തവരാണ്. താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി മഹാന്മാരായ ആലിമീങ്ങൾ പകർന്നു തന്ന വഴികളെ ചോദ്യം ചെയ്തവരാണ് എന്ന് ഹൽ അതാക സൂറത്തിൽ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട്. അപ്പൊ സ്വഹാബത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃകയാകേണ്ടത്. ആ സ്വഹാബത്താണ് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഖൽബിൽ സ്ഥാനം പിടിച്ചത്. അവർ നടന്ന വഴിയിൽ നടക്കാനാണ്, അതിലേക്ക് ജീവിതം നയിക്കാനാണ് എല്ലാ സംഗമങ്ങളും എല്ലാ മജ്ലിസുകളും നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്. സ്വഹാബത്തിന്റെ ലോകം അവർ വേറെ ലോകമാണ്. എന്തുകൊണ്ടാണ് സ്വഹാബത്തിന് ഇത്രയും സ്ഥാനം കിട്ടി എന്ന് നാം നോക്കിയാൽ മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമുക്ക് അവരിലേക്ക് കണ്ണോടിച്ചു നോക്കാനുണ്ട്. നിങ്ങൾ നോക്കൂ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ, ഈ ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ആദ്യമായി സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. എന്തുകൊണ്ടാണ്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പേരുകേട്ട ബിസിനസ്സുകാരനാണ്, മക്ക അറിഞ്ഞ കച്ചവടക്കാരനാണ്, ഉന്നതനായ തറവാട്ടുകാരനാണ്. പക്ഷേ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള കാരണം, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ഓരോ വാതിലുകളിലും ഓരോ ഇബാദത്തുകളും ചെയ്യുന്നവരാണ് പ്രവേശിക്കുക. എല്ലാ ഇബാദത്തുകൾ ചെയ്തവർ എല്ലാ വാതിലൂടെയും പ്രവേശിക്കുമെന്ന് തങ്ങൾ പറഞ്ഞപ്പോ അങ്ങനെയൊന്നുണ്ടാകുമോ നബിയെ എന്ന് സിദ്ദീഖുൽ അക്ബർ ചോദിച്ചപ്പോ അൻത മിൻഹും ഇൻഷാ അല്ലാഹ്, ഓ സിദ്ദീഖേ, എല്ലാ വാതിലിലൂടെയും പ്രവേശിക്കാൻ നിങ്ങളുണ്ടാകും. ലോകത്ത് 360 നന്മകളുണ്ട്. അതിലേതെങ്കിലും ഒരു നന്മ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോ താഴ്മയുടെ നേതാവായ സിദ്ദീഖുൽ അക്ബറിന്റെ വാക്ക് അഫിയ ഖസ്ലത്തുൻ വാഹിദ, ഏതെങ്കിലും ഒരു നന്മ എന്നിലുണ്ടോ? നിന്നിൽ എല്ലാ നന്മയുമുണ്ട് സിദ്ദീഖ് എന്ന് തങ്ങൾ ഗ്രേഡ് കൊടുത്ത സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഈ സ്ഥാനം കിട്ടാനുള്ള കാരണം മഹബ്ബത്തു റസൂലില്ലാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. ഇസ്ലാമിന്റെ തുടക്കകാലത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുന്ന സമയത്ത് ആദ്യമായി ദീന് പറയാൻ വേണ്ടി നിന്ന പ്രസംഗികനാണ് സിദ്ദീഖ് തങ്ങൾ. പ്രസംഗിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ ശത്രുക്കൾ ആക്രമിക്കാൻ തുടങ്ങുന്നു. ചെരുപ്പ് കൊണ്ടടിച്ച് മൂക്കിൽ നിന്ന് രക്തമൊലിച്ച് ബോധം കെട്ട് വീഴുന്നു. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ബോധത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ 3 ദിവസം കഴിഞ്ഞാണ് ബോധം തിരിച്ചു വരുന്നത്. ആദ്യമായി കണ്ണു തുറന്ന ഉടനെ ചോദിക്കുന്നത് ഐന റസൂലുള്ളാഹ്, എവിടെയാണ് എൻ്റെ തങ്ങൾ, എവിടെയാണ്? എനിക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ തങ്ങളെ കാണാതെ എനിക്ക് വെള്ളം വേണ്ട, ഭക്ഷണം വേണ്ട എന്ന് പ്രഖ്യാപിച്ച സ്നേഹത്തിന്റെ അധ്യായമാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങള്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ സമർപ്പിച്ചാലും, എൻ്റെ ജീവിതം മുഴുവനും ഞാൻ ത്യാഗം ചെയ്താലും സിദ്ദീഖുൽ അക്ബറിന്റെ ഒരു രാത്രിക്ക് സമാനമാവുകയില്ല. ഏതാണ് ആ രാത്രി എന്നറിയോ? 430 കിലോമീറ്ററുകൾ വരെ തങ്ങളോട് കൂടി സഞ്ചരിച്ച മദീനയിലേക്കുള്ള യാത്രയുണ്ട്. ഹബീബായ തങ്ങൾ കുന്നു കയറുന്ന സമയത്ത് തങ്ങളെ എടുത്തുകൊണ്ട് ചുമലിലേറ്റി നടന്ന 51 വയസ്സുകാരന്റെ ചരിത്രമുണ്ട്. എല്ലാ ഗുഹകളും ക്ലീൻ ചെയ്തതിന് ശേഷം വായിലടക്കാൻ വേണ്ടി, ഓട്ടയടക്കാൻ വേണ്ടി സ്വന്തം കാലിന്റെ തള്ളവിരൽ വെച്ച് പാമ്പ് കൊത്തിയപ്പോ തങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് പേടിച്ചുകൊണ്ട് കാലനക്കാതെ ശരീരം മുഴുവനും വിഷം കയറിയിട്ട് ആ കണ്ണിൽ നിന്ന് വെള്ളമുറ്റിയിട്ട് തങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോ മാലക്കയാ അബൂബക്കർ, എന്തേ അബൂബക്കർ കരയുന്നതെന്ന് ചോദിച്ചപ്പോ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞില്ല, വേദനയുണ്ടെന്ന് പറഞ്ഞില്ല. അഫ്വൻ യാ റസൂലല്ലാഹ്, മാപ്പ് തരണേ നബിയേ, മനഃപൂർവ്വം കരഞ്ഞതല്ല നബിയേ, എൻ്റെ കണ്ണുനീരുകൊണ്ടാണ് തങ്ങളുടെ കണ്ണിൽ നിന്ന് ഉറക്ക് പോയത്. മാഫാക്കണേ നബിയേ, ഫിദാക അബീ വ ഉമ്മീ, എൻ്റെ വാപ്പനെയും ഉമ്മനെയും സമർപ്പിച്ചിട്ടാണെങ്കിലും തങ്ങളെ ഞാൻ രക്ഷിക്കും നബിയേ. സിദ്ദീഖുൽ അക്ബറിന്റെ സ്നേഹത്തിന് പകരമായി ഇന്നേ വരെ ഒരു ലോകത്തൊരാൾക്കും ഞാൻ കഴിഞ്ഞിട്ടില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് പകരം ഒരു സ്നേഹത്തിന്റെ അധ്യായം ഈ ലോകത്തില്ല. എല്ലാ നന്മകളും നേടിയ സിദ്ദീഖുൽ അക്ബർ തങ്ങള് ആദ്യമായി അമ്പിയാക്കൾക്ക് ശേഷം സ്വർഗത്തിലെത്താനുള്ള കാരണം അതാണ്. മഹബ്ബത്തു റസൂലില്ലാഹ്, തങ്ങളെ കൽബിൽ സ്ഥാനം നേടിയതുകൊണ്ടാണ്, തങ്ങളെ കൽബിലേക്ക് അവർ പതിഞ്ഞതുകൊണ്ടാണ്. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് തങ്ങളോട് വസിയത്ത്, ജനങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. ഓ ജനങ്ങളെ, എനിക്ക് തങ്ങളുടെ അടുത്തൊന്ന് കിടക്കണമെന്നുണ്ട്. ഞാൻ ലോകത്തോട് വിട പറയുകയാണ്. വഫാത്തായത് തന്നെ തങ്ങളുടെ വഫാത്ത് മുതൽ ടെൻഷൻ കൊണ്ടാണെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. തങ്ങളില്ലാത്ത ലോകത്തവർക്ക് ജീവിക്കാൻ പ്രയാസമാണ്, തങ്ങളില്ലാത്ത ലോകത്തവർക്ക് ചിന്തിക്കാൻ പ്രയാസമാണ്. ആ തങ്ങളില്ലാത്ത ലോകം ചിന്തിച്ച് ചിന്തിച്ച് ടെൻഷൻ കൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ വഫാത്താകുന്നത്. ജനങ്ങളെ, എന്നെ റൗളാ ഷരീഫിൽ സമ്മതമുണ്ടെങ്കിൽ എന്നെ റൗളാ ഷരീഫിൽ ഒന്ന് മറവ് ചെയ്യണം. അങ്ങനെ വസിയത്ത് ചെയ്തിട്ടാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായപ്പോ ജനാസ കൊണ്ടുവന്ന് പരിശുദ്ധമായ റൗളാ ഷരീഫിൽ വെച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചോദ്യം, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അബൂബക്കറും ഫിൽ ബാബ്. ഓ നബിയേ, അബൂബക്കറിന്റെ ജനാസയാണ് മുന്നിലുള്ളത്, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? 18ാമത്തെ വയസ്സിൽ മുതൽ തുടങ്ങിയ സ്നേഹബന്ധത്തിന് പരിശുദ്ധ റൗളാ ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് മറുപടി വരുന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. എനിക്ക് വേണ്ടി യാത്ര ചെയ്ത സിദ്ദീഖ്, എനിക്ക് വേണ്ടി കടധർമ്മിഷ്ഠനായ സിദ്ദീഖ്, എനിക്ക് വേണ്ടി ദരിദ്രനായി പോയ സിദ്ദീഖ്, എനിക്ക് വേണ്ടി പാമ്പിന്റെ കടിയേറ്റ സിദ്ദീഖ്, എനിക്ക് വേണ്ടി കുടുംബക്കാരെ മറന്ന സിദ്ദീഖ്, എനിക്ക് വേണ്ടി എല്ലാ ത്യാഗങ്ങളും ചെയ്ത സിദ്ദീഖ്, എന്റെ വഫാത്ത് കേട്ടിട്ട് ടെൻഷൻ കൊണ്ട് മരിച്ച സിദ്ദീഖ്, അദ്ഖിലുൽ ഹബീബ്
സിദ്ദീഖ്, എന്റെ സിദ്ദീഖിനെ എന്റെ അടുത്തേക്ക് ചേർക്കൂ, എന്റെ സിദ്ദീഖിനെ എന്റെ അടുത്തിറക്കൂ. 18ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ സ്നേഹത്തിന്റെ അധ്യായം പരിശുദ്ധ റൗളാ ഷരീഫിന്റെ മുമ്പിലിരുന്ന് ഖിയാമത്ത് നാൾ വരെ തുടരുന്നു. സ്വഹാബത്തിന്റെ സ്നേഹലോകം, അങ്ങനെയാണ് അവർ മുത്തുനബിയുടെ ഖൽബിലേക്ക് സ്ഥാനം നേടിയത്. കേൾക്കൂ നിങ്ങൾ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? ഇബ്ലീസ് നടന്നു പോകുന്ന വഴിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പോയാൽ പിന്നെ ഇബ്ലീസ് ആ വഴിയിൽ വരില്ലത്രേ. അത്രയും ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു രാത്രിയിൽ അതാ വൃദ്ധന്മാർക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ഒരു രാത്രിയിൽ ഒരു വീട്ടിൽ നിന്നൊരു കരച്ചിൽ കേൾക്കുകയാണ്, കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വീട്ടിന്റെ പുറത്തു നിന്ന്, എന്തിനാ കുട്ടി കരയുന്നത്? പാല് കൊടുക്കാത്തതിന്റെ പേരിലാണ്. നിങ്ങൾ എന്തേ പാല് കൊടുക്കാത്തത്? ആ ഉമ്മയുടെ മറുപടി നോക്കണം. ഞങ്ങളുടെ നേതാവായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു വലിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ മക്കൾക്ക് പാല് കുടിക്കുന്നതിനാൽ ആ മക്കൾക്ക് റേഷനരി കൊടുക്കാനില്ല. വീട്ടിൽ പാല് കുടിക്കുന്ന കുട്ടികൾക്ക് റേഷനരിയില്ല. അതുകൊണ്ട് എന്റെ കുട്ടിക്ക് റേഷനരി കിട്ടുന്നില്ല. പാലുകുടി നിർത്തിയാൽ റേഷനരി കിട്ടും. അപ്പൊ വീട്ടിലുള്ള എല്ലാവർക്കും ഭക്ഷണം തികയും. അതുകൊണ്ട് പാലുകുടി നിർത്തുകയാണ്. ഇത് കേട്ടപ്പോ ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായ സ്വർഗത്തിന്റെ വിളക്കുമാടമായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാവിലെ വരെ കരയുന്നു. സുബ്ഹി നിസ്കാരത്തിന് ശേഷം എഴുന്നേറ്റുകൊണ്ട് ഒരു പുതിയ അമീർ വന്ന് സ്വന്തത്തെ ചോദ്യം ചെയ്യുകയാണ്. സ്വന്തം ശരീരത്തിനോട് പറയാണ്, ഒരു പുതിയ ഉമർ വന്നുകൊണ്ട് പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ മക്കൾക്ക് പ്രയാസമാകുന്നുണ്ട്. ഇന്ന് മുതൽ എല്ലാവർക്കും റേഷനുണ്ട്. ഏറ്റവും വലിയ ധീരനായ ഇബ്ലീസ് പോലും പേടിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഈ താഴ്മയിലേക്ക്, ഈ തഖ്വയിലേക്ക് മടങ്ങിയത് എങ്ങനെയാണ്? മിന്നൂരി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ കാരണം കൊണ്ടാണ്. സുബ്ഹി നിസ്കാരത്തിൽ ശത്രുവിന്റെ കുത്തേറ്റ് കിടക്കുന്ന ഉമർ തങ്ങൾ അതാ മുത്തുനബിയുടെ രഹസ്യ സൂക്ഷിക്കുകാരനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ടല്ലയോ ഹുദൈഫ, എനിക്ക് ഹബീബായ തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അതിൽ ഞങ്ങളെ കൂട്ടത്തിൽ മുനാഫിക്കുകളായ ആളുകളെ പറഞ്ഞു തന്നിട്ടില്ലേ? പാവപ്പെട്ട ഉമറിന്റെ പേര് ആ മുനാഫിക്കുകളുടെ ലിസ്റ്റിലുണ്ടോ എന്ന് ഒന്ന് പറയാമോ ഹുദൈഫ? ഈ ഉമർ വഫാത്താകുന്ന സമയത്ത് മുനാഫിഖാണോ എന്ന് നോക്കുമോ ഹുദൈഫ? ആരാ മുഅ്മിനീങ്ങളെ ഉമർ ഇബ്നുൽ ഖത്താബ്? സിറാജു അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരുടെ പ്രകാശമാണ്, സ്വർഗ്ഗക്കാരുടെ വിളക്കുമാടമാണ്, സ്വർഗ്ഗക്കാരുടെ നേതാവാണ്, ഹബീബായ തങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ഓ ഉമറേ, നിങ്ങൾ എന്ത് വർത്താനമാ പറയുന്നത്? തങ്ങളെ ഇഷ്ടപ്പെട്ട ശിഷ്യനല്ലേ നിങ്ങള്? ദുനിയാവിൽ തന്നെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയവരല്ലേ നിങ്ങള്? നിങ്ങൾ എങ്ങനെ മുനാഫിഖാകാനാണ്? നിങ്ങൾ എങ്ങനെ കാപട്യക്കാരനാകാനാണ്? എന്ത് വാക്കാ നിങ്ങൾ പറയുന്നത്? അപ്പൊ വീണ്ടും ചോദ്യം, ഹരിറൂ, നിങ്ങൾ ഒന്നുകൂടി നോക്കണേ, ഉമർ മുനാഫിഖാണോ? തങ്ങൾ തന്ന ലിസ്റ്റിൽ ഉമറിന്റെ പേരുണ്ടോ? എവിടെന്നാ മുഅ്മിനീങ്ങളെ? ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫക്ക് ഇബ്ലീസ് പേടിച്ചു പോകുന്ന ധീരനായ ഉമറിന് ഈ പേടിയുടെ മനസ്സെവിടെന്നാണ്? ഈ താഴ്മയുടെ മനസ്സെവിടെന്നാണ്? മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. പഠിക്കൂ, സ്വഹാബത്തിനെ പഠിക്കൂ, കേൾക്കൂ. ആ സ്നേഹത്തിന്റെ ലോകമെന്ന് വായിച്ചു നോക്കൂ. കടന്നു വരട്ടെ മദീനയുടെ ഓർമ്മകൾ, കടന്നു വരട്ടെ തങ്ങളോടുള്ള മഹബ്ബത്തുകൾ. ആ മഹബ്ബത്തിന്റെ ലോകം നിങ്ങൾ നോക്കൂ. ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തില് ഹബീബായ തങ്ങൾക്ക് അനുയായികൾക്ക് ചെറിയ പരാജയം സംഭവിച്ച സമയത്ത് അതാ തങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധക്കളത്തിൽ പോരാടുന്നൊരു രംഗമുണ്ട്. ആ രംഗങ്ങൾ
കാര്യങ്ങളൊന്നോർത്തു നോക്കുമ്പോ അതാ ഒരു പാവപ്പെട്ട മെലിഞ്ഞൊട്ടിയ സ്വഹാബി വന്നുകൊണ്ട് തങ്ങളെ നേരെ ശരീരത്തിന്റെ മുന്നിൽ നിന്നിട്ട് തങ്ങൾ തിരിഞ്ഞു നോക്കരുത്, തങ്ങൾ മാറരുത്, നഹരി അലാ നഹരിക, തങ്ങൾക്ക് കാവൽ നൽകാൻ ഞാനുണ്ട് നബിയേ എന്ന് പറഞ്ഞ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു നിന്നു കൊടുക്കുന്ന സമയത്ത് 16ഓളം അമ്പുകൾ ശരീരത്തിൽ പതിഞ്ഞിട്ടുണ്ട്. തങ്ങളെ നേരെ വന്ന അമ്പുകളാണ്. ഇല്ല, അവർക്ക് ബേജാറില്ല. അവര് വീണ്ടും പറയുന്നത് തങ്ങളെ നെങ്ങേണ്ടതില്ല, ഞങ്ങൾ തങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം. നഹ്നുല്ലദീന ബഅഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ പുറത്തിലേക്ക് തങ്ങൾക്ക് നേരെ വന്ന 18ഓളം അമ്പുകളൊന്ന് വീണ്ട് തറിച്ചു കയറിയപ്പോ അബൂ ദുജാന റളിയല്ലാഹു അൻഹു അതാ തിരിഞ്ഞു നിൽക്കുകയാണ്. തങ്ങൾ തിരിയണ്ട, ഞാനുണ്ടെന്ന് കാവൽ നിൽക്കുകയാണ്. കാവൽ നിന്നുകൊണ്ട് തിരിയുമ്പോ തന്നെ വീണ്ടും വരുന്നു ഒരമ്പ്, കണ്ണിലേക്ക് തുളച്ചു കയറുകയാണ്. ഹബീബായ തങ്ങൾക്ക് വേണ്ടി കണ്ണു കൊടുക്കാൻ അവർക്ക് പ്രയാസമില്ല, ജീവൻ കൊടുക്കാൻ അവർക്ക് മടുപ്പില്ല, 100 കണക്കിന് അമ്പുകൾ ഏറ്റുവാങ്ങാൻ അവർക്ക് പ്രയാസമില്ല. കൽവിൽ മഹബ്ബത്തിന്റെ ഈമാനിന്റെ വെളിച്ചമാണ്, മഹബ്ബത്തിന്റെ പര്യായമാണ്. അവർക്കെല്ലാം തങ്ങളാണ്. അങ്ങനെ കൽബിന്റെ ഉള്ളിൽ തങ്ങളില്ല എങ്കിൽ, മഹബ്ബത്ത് കൊണ്ട് നമ്മുടെ കൽബ് പ്രകാശിച്ചില്ലെങ്കിൽ ഈ സംഗമങ്ങൾ നാടകങ്ങളാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രഹസനങ്ങളാണ്, നമ്മുടെ ജാതവിളികളൊക്കെ നാടകങ്ങളാണ്. കൽബിൽ ഈമാനുണ്ടോ, മഹബ്ബത്തുണ്ടോ, കടന്നു വരേണ്ടത് സ്വഹാബത്തിന്റെ ജീവിതമാണ്. വീണ്ടും വരട്ടെ, 70 സ്വഹാബികൾ ഊഹദ് യുദ്ധത്തിൽ ഷഹീദാകുന്നുണ്ട്. 69 സ്വഹാബികളുടെ ശരീരവും തിരിച്ചറിയുന്നുണ്ട്. ഒരു സ്വഹാബിയുടെ ജനാസ മനസ്സിലാകുന്നില്ല. തലവേറെ, കൈവേറെ, കാലുകൾ വേറെ ചിതറിയിട്ടുണ്ട്. ആരാണെന്ന് തിരിച്ചറിയാത്തൊരു സമയത്ത് അതാ വരുന്നു, ഒരു സഹോദരി വരുന്നു. ഇതെന്റെ ആങ്ങളയുടെ മയ്യിത്താണ്. വിരലിന്റെ അടയാളം നോക്കി ആ സ്ത്രീ പറയുന്നു, ഇത് അനസ് ഇബ്നു നളറാണ്. തലവേറെ, കൈവേറെ, കാലുവേറെ എല്ലാം വെവ്വേറെയായി മാറ്റപ്പെട്ടിട്ടുണ്ട്. അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് വേണ്ടി തല മാറ്റി വെച്ചിട്ടുണ്ട്. അവർക്കൊരു പ്രശ്നമേ അല്ല. ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ വഫാത്തായി കിടക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തില് ദ്വാരങ്ങളില്ലാത്ത ഒരു സ്ഥലവുമില്ലെന്ന് മഹാന്മാരെ എഴുതി വെക്കുന്നുണ്ട്. വജാദൂബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീൻ ഗസ്വതി സ്വലാത്തു വതസ്ലീമു ഖൈറിൽ ബരിയത്തി. ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ മനുഷ്യരെയെല്ലാം കഫൻ ചെയ്ത് മറവ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഷഹീദിനെ കുളിപ്പിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നിസ്കാരവുമില്ല. അങ്ങനെയാണ് ഇസ്ലാമിന്റെ മസ്അല. ആ മനുഷ്യന്മാരെ മുഴുവനും മറവ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അതാ ഒരു ഷഹീദിനെ മാത്രം കുളിപ്പിച്ചതുപോലെ കാണുന്നുണ്ട്. മലക്കുകളാണ് കുളിപ്പിച്ചത്. എന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടി അതാ ഹൻദല റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് തങ്ങൾ ആളേക്കുകയാണ്. ഹൻദലയുടെ മയ്യത്ത് മാത്രം മലക്കുകൾ കുളിപ്പിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? അപ്പോഴാണ് ഭാര്യ പറയുന്നത്, ഇന്നലെയാണ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞത്. ആദ്യ രാത്രിയിൽ ഞാനുമായി സന്തോഷത്തോടെ സുഖിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മദീനത്തെ പള്ളിയിൽ നിന്ന് ഉഹുദ് യുദ്ധത്തിനുള്ള വിളി കേൾക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പോകരുതെന്ന് പറഞ്ഞപ്പോ എൻ്റെ നേതാവ് യുദ്ധത്തിനിറങ്ങുമ്പോ, എൻ്റെ നേതാവ് പരിശുദ്ധ ദീനിന് വേണ്ടി യുദ്ധക്കളത്തിലിറങ്ങുമ്പോ ഹൻദലക്കൊരു സുഖവും വേണ്ട, ഹൻദലക്ക് കല്യാണം വേണ്ട, ഹൻദലക്ക് ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ച് ആദ്യ രാത്രിയിൽ നിന്ന് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി ഓടിയതാണ്. കൈവേറെ കാലുവേറെയായി ഷഹീദായപ്പോ പുതിയ ആപ്പിളയെ മലക്കുകൾ കുളിപ്പിച്ചിരിക്കുകയാണ്.
പറയുകയാണ്, മലക്കുകൾ കുളിപ്പിക്കാനുള്ള കാരണം എന്താണ്? മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്. ഓ ചെറുപ്പക്കാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, തങ്ങളല്ലാതെ ആരാണ് നമ്മളെ രക്ഷിക്കാനുള്ളത്? തങ്ങളല്ലാതെ ആരാണ് നമ്മുടെ കൈപിടിക്കാനുള്ളത്? തങ്ങളല്ലാതെ ആരാണ് നമുക്ക് സമാധാനമുള്ളത്? തങ്ങളല്ലാതെ വേറെ ആരാണ് നമുക്ക് ഈ ലോകത്ത് സാന്ത്വനം നൽകാനുള്ളത്? ആ തങ്ങളോടുള്ള മഹബ്ബത്ത് ഈ ഖൽബിൽ നാം ഉറപ്പിച്ചു കൊള്ളണം. അതിനാണ് നമ്മുടെ സംഗമങ്ങൾ, അതിനാണ് മീലാദ് കോൺഫറൻസുകൾ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ആദരണീയരായ നമ്മുടെ എല്ലാം നേതൃത്വവും ഈ ഉമ്മത്തിൻ്റെ അജയ്യരായ കാരണവർ, അഹ്ലുസുന്നത്തിൻ്റെ അജയ്യ നേതൃത്വം, ബഹുമാനപ്പെട്ട സയ്യിദുന ബദറുസ് സാദാത്ത് ഖലീൽ അൽ ബുഖാരി തങ്ങൾ, അല്ലാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തവ്വലല്ലാഹു ഉംറഹു മഅ സിഹത്തി വൽ ആഫിയ, ഹഫിളഹുല്ലാഹു വറഅ. മാഷാ അല്ലാഹ്. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ആദരണീയരായ സയ്യിദ് അവരുകളെ ഇരുത്തി പ്രസംഗിക്കുക എന്നുള്ളത് അദബുകേടാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് കൊണ്ട് സ്വർഗം നേടിയ, സ്ഥാനം നേടിയ സ്വഹാബത്തിനെയാണ് നമ്മൾ വിശദീകരിച്ചത്. ആ തങ്ങളെ മുറുകെ പിടിച്ചാൽ തങ്ങൾ എവിടെയും നമ്മളെ കൈവിടുകയില്ല എന്നുള്ളത് ഈ ലോകത്ത് സ്നേഹിച്ച് അവിടുത്തെ സഹായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഹാന്മാർ നമുക്ക് തെളിയിച്ചു തന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ്. ചെറിയ ഒരു സംഭവം ബർക്കത്തിന് വേണ്ടി പറഞ്ഞാൽ എൻ്റെ സംസാരം നിർത്തും. തങ്ങളെ മുറുകെ പിടിച്ചാൽ ആ തങ്ങൾ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരനാണ്. ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനാണ്. തീയെ ആരാധിക്കുന്ന ഏറ്റവും വലിയ കോടീശ്വരനായ ഉപ്പയുടെ മകനായാണ് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു അന്ന് പേർഷ്യയിൽ ജനിക്കുന്നത്. ഉപ്പാക്ക് വളരെ സ്നേഹമാണ് പ്രിയപ്പെട്ട മകനോട്. സൽമാനുൽ ഫാരിസ് തങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുകയില്ല. എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ തന്നെ ഒരുക്കി കൊടുക്കും. കാരണം മകൻ പുറത്തുപോയാൽ, അവന്റെ ചിന്ത മാറിപ്പോയാൽ, ഞാൻ വിശ്വസിക്കുന്ന ഈ തീ ആരാധനയിൽ നിന്ന് അവൻ മാറിപ്പോകുമോ എന്ന് ചിന്തിച്ച് സൽമാനുൽ ഫാരിസിനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാറില്ല. എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ തന്നെ ഒരുക്കി കൊടുത്തു. പക്ഷേ പ്രായപൂർത്തിയാകുന്ന സമയത്ത് സൽമാനുൽ ഫാരിസ് ചിന്തിക്കുകയാണ്, എന്റെ വാപ്പ തോട്ടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വിറക് കത്തിച്ച് എന്റെ കുടുംബം തന്നെ, ഞാൻ എന്റെ കൈ കൊണ്ട് കത്തിക്കുന്ന വിറകിനെ തന്നെ ഞാൻ ആരാധിക്കുന്നത് എന്തൊരബദ്ധമാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഈ ചിന്തയോടുകൂടി 18 വയസ്സുകാരനായ സൽമാനുൽ ഫാരിസ് തങ്ങള് കോടീശ്വരനായ കൊട്ടാരത്തിൽ ജീവിക്കുന്ന എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് മദീന കരസ്ഥമാക്കി മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. ഞാനിത് പറഞ്ഞു വരുന്നത്, പ്രവാസ ലോകത്ത് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ചെറുപ്പക്കാരോട്, പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട്, തങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ കൈവിടില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. കോടീശ്വരനായ സൽമാനുൽ ഫാരിസ് തങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുകയാണ്. മദ്യത്തിൽ വെച്ച് അടിമയാക്കപ്പെടുന്ന രംഗങ്ങളുണ്ട്, ഞാൻ ചുരുക്കുകയാണ്. അങ്ങനെ ഈത്തപ്പനത്തിന് പരാഗണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ 2 യഹൂദികൾ ചർച്ച ചെയ്യുന്ന സംഭാഷണം കേൾക്കുകയാണ്. മദീനയിൽ ഒരു അവസാനത്തെ പ്രവാചകൻ വന്നിട്ടുണ്ട്.
അദ്ദേഹം ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പലതും 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 ചർച്ച നടക്കുമ്പോ ഞാൻ ലക്ഷ്യം വെച്ച നേതാവ് മദീനയിലെത്തിയിട്ടുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് സൽമാനുൽ ഫാരിസി തങ്ങൾ ആ മരത്തിൽ നിന്ന് ചാടിയങ്ങിറങ്ങിയിട്ട് തങ്ങൾ മദീനയിലെത്തിയോ എന്ന് ചോദിച്ചപ്പോ യഹൂദികൾ അടിക്കുകയാണ്. അടിമയായ നിനക്ക് ഞങ്ങളുടെ സംഭാഷണത്തിൽ എന്ത് കാര്യമാണ്? അവിടുന്ന് കിട്ടിയ കൂലിയും വാങ്ങി സൽമാനുൽ ഫാരിസ് ഇലാ ഹദറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് വരുമ്പോ എല്ലാം നേരത്തെ കണ്ടറിയുന്ന എല്ലാ മനസ്സുകളും വായിച്ചറിയുന്ന തങ്ങള് സൽമാനുൽ ഫാരിസ് തങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട്, ഓ സൽമാൻ, നിനക്ക് കാണേണ്ടത് ഖാത്തമുൻ നുബുവത്ത് എന്ന എന്റെ സീലല്ലയോ? കാണിച്ചു കൊടുക്കുകയാണ്. ഫഅസ്ലമ, സൽമാനുൽ ഫാരിസ് തങ്ങൾ മുസ്ലിമാവുകയാണ്, അഹ്ലുസ് സുഫയുടെ മുതഅല്ലിമാവുകയാണ്. ഓർക്കണം നിങ്ങള്, കോടീശ്വരനായ ഒരു മുതലാളിയുടെ മകൻ, ഒരു നാട്ടിന്റെ രാജാവിന്റെ മകൻ അഹ്ലുസ് സുഫയിൽ വന്ന് ദരിദ്രനാവുകയാണ്. പട്ടിണിയാണ്, ദിവസങ്ങളോളം പട്ടിണിയാണ്. അതിന്റെ നേതാവായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനടക്കം ദിവസങ്ങളോളം പട്ടിണിയാണ്. കഷ്ടപ്പെട്ട ത്യാഗം ചെയ്ത ജീവിതമാണ്. ദിർഹമിന്റെയും ദീനാറിന്റെയും പളപളപ്പില് ആദർശങ്ങൾ പണയം വെച്ചു പോകുന്ന, ആലിമീങ്ങളെ പരിഹസിച്ചു പോകുന്ന, സയ്യിദന്മാരെ നിസാരപ്പെടുത്തി പോകുന്ന, സംഘടനാ പ്രവർത്തകരെ വിമർശിച്ചു പോകുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പെട്ടുപോകരുത്. കോടീശ്വരന്റെ മകൻ മദീനയിൽ ദരിദ്രനാവുകയാണ്. തങ്ങളതാ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുകയാണ്. മദീനയിൽ സൽമാനുൽ ഫാരിസ് തങ്ങൾ കോടീശ്വരന്റെ മകനാണെന്നറിയുന്നില്ല, ദരിദ്രനാണ്. എല്ലാവരും ഒരുപോലെയാണ്. അപ്പോഴാ ശത്രുക്കൾ വരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്ന്, ഓ മുഹമ്മദേ, ഞങ്ങൾ നിന്റെ ദീന് പഠിക്കാൻ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കാണുന്ന ദരിദ്രനായ സൽമാനുൽ ഫാരിസിനെ പോലോത്ത ഏറ്റവും ലോ ക്ലാസ്സിലുള്ള ശിഷ്യന്മാരുടെ മുമ്പിൽ ഞങ്ങൾ വരികയില്ല. ആരെയാ പറയുന്നത്? പേർഷ്യൻ കണ്ട ഏറ്റവും വലിയ മുതലാളിയുടെ മകനാണ്. വീട്ടിന്റെ ഉള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ഉന്നതനായ കച്ചവടക്കാരന്റെ മകനെ കുറിച്ചാ പറഞ്ഞത്. ഈ ദരിദ്രനായ സൽമാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ പഠിക്കാനില്ല. അപ്പൊ തങ്ങൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഈ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നാൽ അതാണല്ലോ ഖൈറ്. തങ്ങളെ മനസ്സിൽ അങ്ങനെ തോന്നിയപ്പോ സൽമാനുൽ ഫാരിസ് തങ്ങൾക്ക് തോന്നി, ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കലാണ് നല്ലത്. കാരണം തങ്ങളെ മനസ്സും ആഗ്രഹിക്കുന്നതും അങ്ങനെയാണല്ലോ. സൽമാനുൽ ഫാരിസ് തങ്ങളും മാറി നിൽക്കുകയാണ്. ശത്രുക്കൾ വന്നതേയില്ല. ദിവസങ്ങൾ കഴിഞ്ഞ് സൽമാൻ തങ്ങളെ കാണുന്നില്ല. പ്രിയപ്പെട്ട നേതാവിന്റെ അന്വേഷണമാണ്. ഐന സൽമാൻ, എവിടെയാണ് സൽമാനുൽ ഫാരിസ്, എവിടെയാണ്? അന്വേഷിച്ചു നോക്കുമ്പോ ഒരു കാലഘട്ടത്തിന്റെ കോടീശ്വരന്റെ മകനായ സൽമാനുൽ ഫാരിസി തങ്ങൾ മദീന പള്ളിയുടെ മൂലയിലിരുന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്. പനി പിടിച്ചിരിക്കുകയാണ്. തങ്ങള് സ്നേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് എഴുന്നേൽപ്പിച്ച്, മാലക്കയാ സൽമാൻ, എന്തേ പൊന്നുമോനെ സംഭവിച്ചത്? എന്താണ് എന്റെ സൽമാൻ സംഭവിച്ചു പോയത്? നബിയെ, ഞാൻ ആരാണെന്നറിയുമോ നബിയെ? ഒരു കാലഘട്ടത്തിന്റെ പേർഷ്യൻ കണ്ട ഏറ്റവും വലിയ മുതലാളിയുടെ മകനാണ്. എന്റെ വാപ്പ എനിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും എനിക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട് നബിയെ. ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ മദീനയിലേക്ക് വന്നത് എല്ലാ ദിവസവും തങ്ങളെ കാണാനാണ്, തങ്ങളെ മുഖം കാണാനാണ്, തങ്ങളെ പരിശുദ്ധമായ ദീന് പഠിക്കാനാണ്. തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ് ഞാൻ ഈ മദീനയിലേക്കെല്ലാം ഉപേക്ഷിച്ച് വന്നത് നബിയേ. ഈ തങ്ങൾക്ക് തന്നെ എന്നെ വേണ്ടെങ്കിൽ, തങ്ങളെ മനസ്സിൽ തന്നെ ഞാൻ മാറി നിൽക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സൽമാൻ എന്തിന് ജീവിക്കണം? പിന്നെ സൽമാനിന് ഇവിടെ എന്ത് കാര്യമെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ മറുപടിയുണ്ട്. സൽമാൻ, ആരാ പറഞ്ഞത് നിന്നെ എനിക്ക് വേണ്ടെന്ന്? ആരാ
പറഞ്ഞത് നിന്നെ ഞാൻ അവഗണിച്ചു എന്ന്. നീയും ഞാനും രണ്ടല്ല സൽമാൻ, നീയും ഞാനും ദുനിയാവിലും സ്വർഗത്തിലും ഒന്നാണ് സൽമാൻ. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി. ആ തങ്ങൾ കരമൊന്ന് പിടിച്ചാൽ, ആ തങ്ങളെ മനസ്സിലൊന്ന് സ്ഥാനം നേടിയാൽ, ആ തങ്ങൾ നമ്മെ സഹായിക്കാൻ ഒന്നൊരുങ്ങിയാൽ പിന്നെ ദുനിയാവ് പേടിക്കണ്ട, ഖബർ പേടിക്കണ്ട, മഹ്ശറ ഭയപ്പെടണ്ട, മീസാനിൽ ടെൻഷൻ വേണ്ട, സിറാത്തിൽ ഒരു വേവലാതിയും വേണ്ട. തങ്ങളുണ്ട് കൂടെ, തങ്ങൾ നമ്മെ രക്ഷിക്കാനുണ്ടെന്നുള്ള ഏറ്റവും വലിയ പാഠം നമുക്ക് ഈ സദസ്സിൽ നിന്ന് പഠിക്കാനാവണം. തങ്ങൾ ഈ സദസ്സിൽ, അവിടുത്തെ ആദരണീയരായ പേരക്കുട്ടികൾ ഇരിക്കുന്ന ഈ സദസ്സിൽ തങ്ങളോടുള്ളൊരു ബന്ധങ്ങൾ ഉണ്ടാക്കി അത് ആഖിറം രക്ഷപ്പെടാനുള്ളൊരു വസീലയായി ഈ സദസ്സിൽ നിന്നൊരു മാറ്റം അവിടുത്തെ പേരക്കുട്ടികളായ സയ്യിദവരുടെ മുന്നിൽ നിന്ന് നമ്മളെല്ലാം തീരുമാനിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ സുന്നത്തുകളെല്ലാം പിൻപറ്റി അവിടുത്തെ ആദരണീയരായ പേരമക്കളെ സ്നേഹിച്ച് ബഹുമാനിച്ച് അവരുടെ കൊടുക്കീഴിൽ ജീവിച്ച് ഈമാനോടെ മരിച്ച് ഈമാനോടെ സ്വർഗത്തിലെത്തുന്ന ആശിഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും അല്ലാഹു അവസരം നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട റാഫി ഇമാം ഉസ്താദിന് കൊടക് വെൽഫെയറിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. ഇനി നമ്മോട് ആകാംക്ഷയോടെ കാത്തിരുന്ന ബഹുമാനപ്പെട്ട ബദറുസാദാദ് ഖൈറുൽ ബുഖാരി തങ്ങൾ നമ്മോട് സംസാരിക്കുന്നു. ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ക്ഷമിക്കണം, തങ്ങളുടെ പ്രഭാഷണത്തിന് മുമ്പ് നമ്മുടെ എരുമാം റിഫായിയ ദഫ് സംഘത്തിൻ്റെ ദഫ് ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. ആദരവോടും ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ സംസാരിക്കുന്നു. ആദരവോടും ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലസൗഫ യുഅ്തീക റബ്ബുക ഫതറല്ലാഹ്. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം വസദഖ വല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന ശാകിരീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുറേ മണിക്കൂറുകളായി തുടങ്ങിയ പ്രോഗ്രാമുകളാണ്. നാളെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നത് ശരിയല്ല. അപ്പം എല്ലാവരും സദസ്സിൽ കയറിയിരിക്കുക. നമുക്ക് ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വദത്തിന് ഓതി ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും സദസ്സിലിരിക്കുക. ദുആക്ക് ശേഷം നല്ല ദിഫാഇയ ദഫ് സംഘത്തിൻ്റെ ദഫ് പ്രദർശനവും നടക്കും. കബൂലാക്കണേ അല്ലാഹ്. അവർക്കെല്ലാം നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച 1500 വർഷം കഴിയുകയാണ്. ഇന്ന് കാലത്തുള്ള അപ്പം വഴികിട്ട്
ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെടൂല. കഴിഞ്ഞ വർഷത്തെ സിലബസ് ഇന്ന് കുട്ടികൾക്ക് പര്യാപ്തമല്ല. വാപ്പ ഉണ്ടാക്കിയ വീട് മക്കൾക്ക് പര്യാപ്തമാകുന്നില്ല. എന്നാലോ 1500 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി 1500-ാമത്തെ വർഷത്തിൽ ജനിച്ച മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും ഒരു പതിര് ആർക്കെങ്കിലും കാണിക്കാൻ കഴിയുമോ? ഇവിടെ സിയോണിസ്റ്റുകളും ഓറിയന്റലിസ്റ്റുകളും ഇസ്ലാമിന്റെ വിരോധികൾ മില്യനല്ല, ബില്യനല്ല, ട്രില്യനല്ല, ജില്യൺ ഡോളറുകൾ, പരകോടികൾ. എങ്ങനെയാണ് ജില്യനൊക്കെ അർത്ഥം വെക്കുക? ബില്യൻ എന്ന് പറഞ്ഞാൽ 100 കോടി. അങ്ങനത്തെ 1000 കൂടുമ്പോഴാണ് ട്രില്യൻ ആകുക. അങ്ങനത്തെ 1000 കൂടുമ്പോഴാണ് ജില്യൻ. ചെലവഴിക്കുകയാണ്. ഇസ്ലാമിൽ എന്തെല്ലാം വൈരുദ്ധ്യങ്ങളുണ്ട്. കള്ള പ്രചരണങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്രമറിയാത്തവർ അതിൽ വഞ്ചിതരാവുകയാണ്. ഒന്ന് മാത്രം സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിക്കൂടങ്ങളിൽ പോയിട്ടില്ല, ട്യൂഷൻ എടുത്തിട്ടില്ല, പുസ്തകം വായിച്ചിട്ടില്ല. എന്നിട്ട് മറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന് പറയുമ്പോൾ അവര് പറയുന്ന എന്താ അത്ഭുതമുള്ളത്? സഫിയ ബീവി അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയല്ലേ? സഫിയ ബീവി എന്ന് പറഞ്ഞാല് ജൂത പണ്ഡിതന്മാരുടെ ഖൈബർ രാജാവിന്റെ രാജകുമാരി, നല്ല വിജ്ഞാന നിറകുടമായിരുന്നില്ലേ? ആ ഭർത്താവിന് ഭാര്യ പഠിപ്പിച്ചാ പോരെ? എത്ര ബിസിനസ്സുകാർ അവർക്ക് ക്വാളിഫിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഭാര്യ ക്വാളിഫൈഡ് ആയിരിക്കും. അപ്പൊ കമ്പനി ആരുടെ പേരിലായിരിക്കും? ഭാര്യയുടെ പേരിലായിരിക്കും. ഭാര്യ പറയുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പൊ നമ്മളെ മുസ്ലിമീങ്ങൾ ശരി എന്നാ എന്നാ ഒരു കാര്യം മനസ്സിലാക്കണം. സഫിയ ബീവിനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു വഫാത്താകുന്നതിന്റെ 3 വർഷം മുമ്പ്, ഹിജ്റ 7-ാം വർഷത്തിലാണ് സഫിയ ബീവിനെ കാണുന്നത്. ഖുർആനില് 114 അധ്യായങ്ങളാണ്. 114 അധ്യായങ്ങളിൽ മറഞ്ഞ കാര്യങ്ങളൊക്കെയും പറയുന്നത് സൂറത്ത് ഹൂദ് ആണെങ്കിലും, സൂറത്ത് യൂസുഫ് ആണെങ്കിലും, സൂറത്ത് ഇബ്രാഹിം ആണെങ്കിലും, സൂറത്ത് ലുഖ്മാൻ ആണെങ്കിലും 20 സൂറത്തല്ലാത്ത 194 സൂറത്തും ഇറങ്ങുന്നത് മക്കയില. അവിടെയാണ് മറഞ്ഞ കാര്യങ്ങളൊക്കെ. പിന്നെ സഫിയ ബീവി ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം ആകെ കുറഞ്ഞ ആയത്തുകൾ മാത്രമാണ് ആകെ ഇറങ്ങിയത്. അത് മറഞ്ഞ കാര്യങ്ങളും അല്ല. ഇത്യാദി ഞാനേക്കാൾ വേറെ വലിയ രസം നിങ്ങളിത് മനസ്സിലാക്കി വെക്കണം. സഫിയ ബീവിനെ യുദ്ധത്തിൽ ബന്ദിയാക്കി. ദഹിയത്തുൽ ഖൽബി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തു. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലോട് പറഞ്ഞത് സഫിയ ബീവി അതീവ സുന്ദരിയാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സഫിയ ബീവിനെ എനിക്ക് കാണാം. എന്താ വാപ്പ മോൻക്ക് പെണ്ണ് കാണാൻ പോയി. പെണ്ണിന്റെ സൗന്ദര്യം കണ്ടപ്പോ മോന്റെ പെണ്ണിനെ വാപ്പ കെട്ടി. എന്തുണ്ടാവും പിന്നെ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്ന മാതിരിയല്ലേ എന്തെല്ലാം ആരോപണങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ആരോപിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്ത് അലിഖിത നിയമമാണ്. ഉദാഹരണത്തിന് ഇന്ത്യ 1947 ആഗസ്റ്റ് 15 മുമ്പ് 2000 നാട്ടുരാജ്യങ്ങളായിരുന്നു. 2000 നാട്ടുരാജ്യങ്ങളാണ്. പഴശ്ശിരാജ ഒരു ഭാഗത്ത്,
കണ്ണൂർ ഭാഗത്ത് അറക്കൽ രാജാവ്, കോഴിക്കോട് ഭാഗത്ത് സാമൂതിരി രാജ, കൊടകിലാരാ നിൽക്കുക? കൊടകിലാരേനി വീരരാജ. ഇങ്ങനെ പല 2000 നാടുകൾ കൂട്ടി ഇണക്കിയതാണ് ഇന്ത്യ എന്ന് പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കാലത്രയായി? 79 കൊല്ലായി. എത്രല്ലായി? ആ രാജാക്കന്മാരാരെങ്കിലും ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ? ഒരാളും ജീവിച്ചിരിപ്പില്ല. അവരെ പിൻതലമുറ, ഒന്നാമത്തെ തലമുറ, രണ്ടാമത്തെ മൂന്നാമത്തെ തലമുറയ്ക്കും. എന്നാലും നമ്മുടെ രാജ്യം ഇന്നും ആ കുടുംബത്തിന് ആദരവ്. ഇപ്പോഴും പറച്ചിലെന്താ? സാമൂതിരി രാജ എന്നാ പറയാ. അവർക്ക് ആവശ്യ ആനുകൂല്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കും. ഇന്നത്തെ രാജാവാണോ? കഴിഞ്ഞത്തെ രാജാവാണ്. എത്ര കൊല്ലമുള്ള രാജാവാണ്? 79 കൊല്ലം. അവരെല്ലാവരും അച്ഛനല്ല, അച്ഛൻ്റെ അച്ഛനല്ല, അച്ഛൻ 4ാമത്തെ 5ാമത്തെ അച്ഛൻ. എന്നിരുന്നാലും ഇന്ന് അത് ലോകത്തിന്റെ ഒരു നിയമമാണ്. അപ്പോ ഇസ്ലാമിക് ഖൈബറിന്റെ രാജ്ഞിയാണ് അവരുടെ മകളെ പിടിക്കപ്പെട്ടാൽ ഇവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഹെഡാകുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷണം നൽകിയെങ്കിലേ അത് സാമാന്യ മര്യാദ ആകുള്ളൂ. ഞാനങ്ങനെ പറയുമ്പോൾ കുറേ പറയാനുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കുന്ന ഒരാള് എന്ത് പറഞ്ഞു? അല്ലാഹുവിന്റെ റസൂലിന്റെ ആ നയം ശരിയായില്ല എന്ന് പറഞ്ഞു. അത് ഇന്നേ വരെ ഒരാൾക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നല്ല, 1500 വർഷം കഴിയുമ്പോഴും അവിടുന്ന് പുച്ഛിച്ചും പരിഹസിച്ചും തള്ളി അതൊക്കെ ഇന്ന് ലോകം വാരി പുണരുകയാണ്. ഞാനൊരൊറ്റ ഉദാഹരണം പറയട്ടെ. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒന്നാണ് ദീർഘായുസ്. അത് മുസ്ലിമീങ്ങളും ഹൈന്ദവരും ക്രിസ്ത്യാനികളും ജൂതരും മതമുള്ളവനും മതമില്ലാത്തവരും ഒക്കെയും എന്താ ആഗ്രഹിക്കും? ദീർഘായുസ് ആഗ്രഹിക്കാത്തവരാരുണ്ട്? ഉണ്ടാവും ലോകത്ത്? ഇന്ന് അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി നൽകാൻ പറ്റുമെന്ന് ലോകത്ത് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇവിടെ മെഡിസിൻ എത്ര വളർന്നാലും നൽകാൻ ലോകത്താർക്കുമില്ല. AI വളർന്നാൽ കഴിയോ എന്ന അഷ്റഫുൽ ഖൽഖ് സ്വങ്ങൾ 1400 വർഷം മുമ്പ് പറഞ്ഞാണ്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ ആരും തയ്യാറായില്ല. പക്ഷെ ഇപ്പൊ അത് ലോകം നമ്മോട് വിളിച്ചു പറയാണ്. ആരാ വിളിച്ചു പറയും? നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ധാരാളം യൂണിവേഴ്സിറ്റികൾ കാണാം. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നമ്മുടെ നാടുകളിൽ, കർണാടകയിലൊക്കെ യൂണിവേഴ്സിറ്റിക്ക് യാതൊരു കണക്കും കഴിയും. അതിന്റെ സ്റ്റേറ്റ് അതിന്റെ എത്രയോ മേലെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. അതിലേറ്റവും ടോപ്പാണ് മദ്രാസ് IIT, അഹമ്മദാബാദ് IIM. അതിലൊക്കെ എത്രയോ മേലെയാണ്. ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി അമേരിക്കയിൽ. ഞങ്ങള് 2018 അവിടെ ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾക്കൊരു ബുക്ക്ലെറ്റ് വന്നു. ബുക്ക്ലെറ്റ് നിൽക്കുമ്പോൾ ബ്രോഷർക്ക് വലിയ വായിച്ചു നോക്കേണ്ടത് നോബൽ പ്രൈസ് ജേതാക്കളുടെ പട്ടികയാണ്. അപ്പം ഞാൻ കർണാടകയിൽ ആരും നോബൽ പ്രൈസ് കിട്ടും? കർണാടകയിൽ ആർക്കും കിട്ടിയില്ല, കേരളത്തിൽ ആർക്കും കിട്ടിയില്ല. തുടങ്ങിയിട്ട് കാലത്തായി 1909 തുടങ്ങിയ നോബൽ പ്രൈസ് 115 കൊല്ലായി. ഇന്ത്യയിൽ ജനിച്ചു പഠിച്ചു വളർന്ന 2 നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളൂ. CV രാമനും ടാഗോറിനും മാത്രമേ. വേറെ 7 ആളുകൾ ജനിച്ച ഇന്ത്യയിൽ നിന്നേ ഉള്ളൂ. പഠിച്ചതും വളർന്നതും എല്ലാം പാശ്ചാത്യൻ രാജ്യങ്ങൾ. അപ്പൊ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന 2 ഇന്ത്യയിലാണെങ്കിലോ 148 കോടി ജനങ്ങളുണ്ട്. 109 115 കൊല്ലത്തിലെടുക്കാണ് 2 കിട്ടുന്നത്. അവിടെയാണെങ്കിലോ അമേരിക്കയിലാകെ 30 കോടി ജനങ്ങളേ ഉള്ളൂ. അതിന്റെ എത്ര 118 കോടി ജനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് അമേരിക്ക ഒറ്റ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഒരു പഠനം നടന്നു. ഇന്ന് ഒട്ടുമിക്ക പാശ്ചാത്യൻ എല്ലാ രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ ഓക്സ്ഫോർഡിൽ നിന്നോ കേംബ്രിഡ്ജിൽ നിന്നോ ഹാർഡ്വേർഡിൽ നിന്നൊക്കെ പഠിച്ചവരായിരിക്കും. അവിടുത്തെ പഠനം ഇവിടെ നടക്കുന്ന പഠനം പോലെയല്ല. ദീർഘായുസന പരിഹാരം എന്താ? ഗുളികണ്ടോ അതല്ല നോക്കിയത്. അതൊക്കെ അനുമാനങ്ങളാണ്. അത് പലതും തെറ്റിപ്പോകാം. എന്നാൽ ലോകത്തിന്റെ 196 രാജ്യങ്ങളിൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച എല്ലാം അംഗീകരിക്കാത്തതുമായ 220 രാജ്യങ്ങളിൽ എത്ര ദീർഘായുസുള്ളവരാണ്ട് കണ്ടെത്തുക? 100, 110, 120 ഒക്കെ ജീവിച്ച ആളുകളെ ലീസ്റ്റ് ചെയ്യാണ്.
എന്നിട്ട് 1200 ആള് കണ്ടെത്തി പഠിക്കുകയാണ്. 87 കൊല്ലത്തെ പഠനം, മനസ്സാക്കണം പഠനം. നമ്മളെ നാട്ടിലൊക്കെ പഠനം എന്ന് പറഞ്ഞാൽ ഒരാളാ പഠിക്കല്, 3-4 കൊല്ലാ പഠിക്കല്, 4-5 ആളോ ഇന്റർവ്യൂ. ഇത് അങ്ങനല്ല. The largest study in the world by Harvard University on 310,000 people found that people with good relationship live longer, healthier, happier than others. എന്തായി പറഞ്ഞത്? പഠിക്കുന്ന എത്ര? 1200 ആളുകൾ, 87 കൊല്ലം. അതോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 3,10,000 ആൾ ചോദിക്കുകയാണ്, നിങ്ങളെ ദീർഘായുസ് രഹസ്യം എന്താ? നമ്മളൊക്കെ പഠിക്കൽ ചോദിച്ചാൽ എന്താ പറയല്? ഡയറ്റാണ്, എക്സസൈസ് എന്നല്ലേ പറയല്? ശരിയല്ലേ? വേണം, വേണ്ടതല്ല പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഈ എക്സസൈസും ഡയറ്റുള്ള എല്ലാവരും 110-100 ജീവിക്കുന്നുണ്ടോ? 90 ജീവിക്കുന്നുണ്ടോ? 20-30, 40 മരിക്കുന്ന എത്ര ആൾക്കാരെന്താകുന്നുണ്ട്? ഡയറ്റ് എക്സസൈസ് ഒക്കെ ഉണ്ട്. എന്നാ ഒരിക്കലും ഡയറ്റും എക്സസൈസും ഇല്ലാത്ത ആൾക്കാർ 100-100 കൊല്ലം ജീവിക്കുന്നില്ലേ? കൊടകിലെ കാളിയായിരുന്ന താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹു അസീസ്, എൻ്റെ വീടും താജുലമൻ്റെ വീടും ഒരേ പറമ്പ്, ഒരേ ബൗണ്ടറിയാണ്. ഒരു നാടാണ്, ഒരു കുടുംബമാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് കാണുന്നുണ്ട്. ഒരു ദിവസം പോലും ഞാൻ ഡയറ്റ് കണ്ടിട്ടില്ല, ഒരു ദിവസം പോലും എക്സസൈസ് കണ്ടിട്ടില്ല. എന്നല്ല, അവരൊക്കെ മധുരവും മറ്റ് ഐസ്ക്രീമും സവനപ്പും ഒക്കെ. എന്നിട്ട് 100-ടുത്ത് ജീവിച്ചില്ലേ? അപ്പോഴാണ് ഈ പഠനത്തിൻ്റെ പ്രസക്തി. അങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ കണ്ടെത്തിയെന്താ? പീപ്പിൾ വിത്ത് ഗുഡ് റിലേഷൻഷിപ്പ് live longer, healthier, happier than others. ശക്തമായ സൗഹൃദ ബന്ധങ്ങൾ, ഏഷണിയും ഭീഷണിയും പരദൂഷണവും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കുറ്റങ്ങളും തെമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും ആരോപണങ്ങളും ആരോപണമൊന്നും ഇല്ലാതെ ഐക്യത്തോടെയും ഒത്തൊരുമയുടെയും കൂട്ടായ്മയോടെയും ജീവിക്കുകയാണെങ്കിൽ, കുടുംബ ബന്ധം സൗഹൃദപൂർണമാണെങ്കിൽ, ഐശ്വര്യപൂർണമാണെങ്കിൽ അവർക്ക് ദീർഘായുസ് ഉണ്ടാകും. അപ്പോൾ എൻ്റെ ലോജിക്ക് തിരിഞ്ഞില്ല. അതെങ്ങനെ പോകും? എന്താ പറഞ്ഞത്? ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ലോകത്തെ ഏറ്റവും മുന്തിയൊരു വണ്ടി 10 കോടി റുപ്യക്ക് ഞാൻ വാങ്ങി. 10 കൊല്ലം എൻ്റെ വാലിഡിറ്റി കമ്പനി നൽകുന്നത്. പക്ഷെ ഞാൻ എക്സ്പ്രസ് ഹൈവേയും 6 വരി പാതും കാണിച്ചു കൊടുത്തില്ല. അത് കുണ്ടിൽ നിന്ന് കുഴിയിലേക്ക്, കുഴിയിൽ നിന്ന് കുന്നിലേക്ക്, പിന്നെ എങ്ങനെ ഓടുകയാണെങ്കിൽ ആ വണ്ടി എത്ര കൊല്ലം ഓടും നിസാമി? എത്ര കൊല്ലം ഓടും? 5 കൊല്ലം ഓടിയ മഹാഭാഗ്യം. അപ്പോഴേക്ക് എന്താണ്ട് സ്ക്രാപ്പിന്റെ വിലക്കത് വിൽക്കേണ്ടി വരൂലേ? അതേ സ്ഥാനത്ത് ലോ ക്വാളിറ്റി വണ്ടി, പറ്റ മോശം വണ്ടി, 2 കൊല്ലാണ് കമ്പനിയിൽ വാലിഡിറ്റി പറഞ്ഞത്. 2 ലക്ഷം രൂപയാണ്. അത് ഞാൻ വാങ്ങിയിട്ട് എൻ്റെ വീട് എക്സ്പ്രസ് ഹൈവേയുടെ ഓരത്താണ്, എൻ്റെ ഓഫീസും എക്സ്പ്രസ് ഹൈവേയുടെ ഓരത്താണ്. ഞാൻ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക്, ഓഫീസിൽ വീട്ടിലേക്കല്ല, വേറെ എവിടേക്കും പോകില്ല. അത് എത്ര ലോഡും? 2 ലോഡും. 5-6 കൊല്ലം. നിങ്ങൾ 10 കൊല്ലാ പറഞ്ഞത്, 5 കൊല്ലം എന്തായാലും എന്താവൂലേ? ഓടില്ല. അപ്പം വണ്ടിയുടെ ലാർജസ്റ്റ് എങ്ങനെയാ തീരുമാനിക്കില്ല? അതിൻ്റെ സ്പെയർ പാർട്സുകളുടെ വർക്കിംഗ് എങ്ങനെയാണ്? അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിച്ച് കളിച്ച് വളരെ ആവേശഭരിതനായി സംസാരിക്കുകയാണ്. ഇതുപോലെ റബീഉൽ അവ്വൽ 27 അന്ന് ഞാൻ വളരെ ആവേശത്തോടു കൂടി ഇരിക്കുകയാണ്. വൈവാഹിക ജീവിതത്തിലേക്ക് ഇറങ്ങുകയാണ്. 1000 പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ. അപ്പോഴാണ് എനിക്ക് കിട്ടുന്ന മെസ്സേജ്. എൻ്റെ എല്ലാമായ വന്നിര ഉപ്പ അസി അഹമ്മദുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് ചാലിത്ത് ജുമാഅത്ത് പള്ളി മൗലിദിന്റെ മജ്ലിസിൽ പോയതാണ്. മയ്യത്താണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായിരിക്കും എൻ്റെ അവസ്ഥ? എൻ്റെ ചിരി അസ്തമിച്ചില്ലേ? എൻ്റെ മുഖ പ്രസന്നത പോയില്ലേ? എൻ്റെ കൈകാലുകൾ തളർന്നില്ലേ? മുഖം കരിവാളിച്ചില്ലേ? എൻ്റെ കണ്ണ് നിറഞ്ഞില്ലേ? എൻ്റെ ശബ്ദം ഇടറിയില്ലേ? നരമ്പുകൾ എടുത്തു പിടിച്ചില്ല? എന്തെല്ലാം സംഭവിച്ചു?
ഇതിൻ്റെ 10 മടങ്ങിയതെല്ലാം എൻ്റെ എക്സ്റ്റേണൽ പാർട്സുകൾക്കാണ്. എൻ്റെ ഇൻറ്റേർണൽ പാർട്സുകൾക്ക് ഈ സമയത്ത് എൻ്റെ ഷുഗർ പരിശോധിച്ചാൽ, എൻ്റെ പ്രഷർ പരിശോധിച്ചാൽ, എൻ്റെ ഹാർട്ട് ചെക്കപ്പ് നടത്തിയ എല്ലാത്തിനും വേരിയേഷൻ വന്നിരിക്കും. സംശയമുണ്ടോ? ഇത് ഉറപ്പല്ലേ? പക്ഷേ മരണം എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഉപ്പ, എൻ്റെ സ്വാഭാവികമായിട്ട് ഇന്നത്തെ വിഷമവും പ്രയാസം നാളെ ഉണ്ടാവൂല. കാരണം മരണം ഒരിക്കൽ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. അതൊരു മാസം 2 മാസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് മറന്നു പോകും. എന്നാൽ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ, എൻ്റെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ, അത് ആദ്യത്തെ ദിവസം മണിയറയിലായിരിക്കും, പിറ്റത്തെ ദിവസം അത് ഡൈനിങ് ഹാളിലായിരിക്കും, പിറ്റത്തെ ദിവസം അത് സിറ്റ് ഔട്ടിലേക്ക് എത്തി, പിറ്റത്തത് ക്യാമ്പസിലേക്ക്, പിന്നെ അയൽവക്കത്തേക്ക് എത്തി. ദിവസം കൂടും തോറും അത് മൂർജിച്ച് അവൻ്റെ എപ്പോഴൊക്കെയും അവൻ്റെ ഹാർട്ടിന് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്, അവൻ്റെ പ്രഷർ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്, അവൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഡാമേജുകൾ ഇങ്ങനെ മേൽക്കുമേലെ ഡാമേജുകൾ വരുന്നത്. ഇവിടെയാണ് കുടുംബം തകർന്നാൽ എല്ലാം തകർന്നു. കൂടുമ്പോൾ ഇമ്പമെന്ന് പറയുന്നത്, പക്ഷെ ഇന്ന് കുടുംബം ഭൂകമ്പമായി മാറിയത്. ഇവിടെയാണ് ഫാമിലി എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം തന്നെ ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. ഫാമിലി എന്ന് പറഞ്ഞ സ്പെല്ലിംഗ് എന്തൊക്കെയാണ്? FAM, ഫാദർ ആൻഡ് മദർ. ഫാമിലി എന്ന് പറഞ്ഞ IL എന്ന് പറഞ്ഞ ലവ്, Y ധർമ്മം. ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. ഞാൻ ഉപ്പ ഉമ്മ എല്ലാവരും ഞാൻ സ്നേഹിക്കുന്നു, ഒത്തുപിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെന്തൊരു ഐക്യമാണ്, എന്തൊരു കൂട്ടുകുടുംബമാണ്. അപ്പൊ ഈ നബിദിനത്തിന്റെ സന്ദേശമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു ഇതാണ്. മൻ അഹബ്ബ അൻ യുബ്സത ഫിദ്ദിസ്ഖി വഇൻസലഹു ഫി അത്രിഹി ഫല്യസിൽ റഹിമ. ഇന്നൊരു അറബിക് ചാനലിൽ എഴുതിയതല്ലത്. അപ്പൊ മനസ്സാക്ക ഓക്സ്ഫോർഡ് അനുസരിച്ച് അറബിക് ചാനലില് ഇത് 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള എഴുതപ്പെട്ട കിതാബുകൾ, ഹദീസിന്റെ കിതാബുകളൊക്കെ കാണാം. മൻ അഹബ്ബ, ആരെങ്കിലും ആയുസ്തൈര്യം ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ, ഭക്ഷണത്തിൽ വിശാലത ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ ഫൽയസിൽ റഹിമ, കുടുംബബന്ധം ശക്തിപ്പെടുത്തട്ടെ. നാട്ടിലൊരു പഴമൊഴിയുണ്ട്, ആരോടെങ്കിലും വല്ല വിദ്വേഷവും വൈരാഗ്യം ഉണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ, ഉറപ്പുള്ളോ എനിക്കറിയില്ല, രണ്ടാമതൊരു പെണ്ണിനെ കെട്ടിച്ചു കൊടുത്താൽ മതി, എല്ലാം സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കൊടുത്ത പിന്നെ ഓനതുകൊണ്ട് എന്തായിക്കോളും, എന്നിട്ട് കുഴപ്പമായിക്കോളും തൊന്നോട്. പിന്നെ നമുക്കൊരു ശല്യം ഉണ്ടാവൂല. പിന്നെ ഓന്റെ പെണ്ണുങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഓൻക്കത് തീർക്കണ പണി, അല്ലെങ്കിൽ സെക്കൻഡ് വണ്ടി വാങ്ങിക്കൊടുത്ത അത് വർക്ക് ഷാപ്പിൽ കൊണ്ടുപോയി ഡാമേജ് ആകല് എന്നുള്ളത് ഇത് ചില്ലറ പറഞ്ഞാല്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് കുടുംബത്തിന്റെ ഐക്യം എന്ന് പറഞ്ഞാൽ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണം. കണ്ണിലെ കൃഷ്ണമണിക്കൊരു പോറലേൽക്കാൻ, ഒരു പൊടി പടലങ്ങളേൽക്കാൻ ഇവിടെ കൂടിയ ധാരാളം ഫാമിലികൾ ഇവിടെ ഉണ്ടാകും. ആ ഫാമിലിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ റബീഉൽ അവ്വൽ സന്ദേശമായിട്ട് നമ്മളൊക്കെ തീരുമാനിക്കണം. അടുത്തൊരു ദിവസം സ്വഹീഹ് ബുഖാരിക്ക് മഹദിൽ 700ഓളം കുട്ടികൾ സ്വഹീഹ് ബുഖാരിക്ക് ദർസിലുണ്ട്. ഹൈലി എഡ്യൂക്കേറ്റഡ് ക്വാളിഫൈഡ് ആയ കുട്ടികളെ ദർസ് ഒരു ചെറുപ്പക്കാർ ഓടി കഴിച്ച് വരുന്നത്. എന്നിട്ട് കഴിച്ച് കുപ്പായണ്ട് കഴിച്ചാണ്ട് പുറ ഒരു 10-50 മുറി കാണിച്ചില്ല. ഞാൻ ചോദിച്ചു, എന്തേ പറ്റി? ഫലസ്തീൻ നെറ്റം തല്ലിട്ടി വരണ മാതിരിയുണ്ട് കണ്ടാല്. എന്തേ മലയാളിയ, ഇതൊക്കെ എന്തായാലും എൻ്റെ ഭാര്യ കാട്ടിയതാണ്. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ കല്യാണം കഴിച്ച് 42 കൊല്ലായി, ഇന്ന ഭാര്യ ഇതുവരെ തച്ചിട്ട് ഇല്ല. അപ്പൊ ഞങ്ങളത് ഉസ്താദ് അറേഞ്ച്മെന്റ് മാരേജ് അല്ലേ, ഞങ്ങളത് ലവ് മാരേജ് ആണ്. ഉസ്താദിന്റെ നിക്കാഹ് എന്താണ്? അറേഞ്ച്മെന്റ് മാരേജ് ആണ്, ഞങ്ങളത് ലവ് മാരേജ്. ഈ ഹൈലി എഡ്യൂക്കേറ്റഡും ക്വാളിഫൈഡുമായ എത്ര ആളുകൾക്ക് ഞാൻ ഭാര്യ വേദനിപ്പിച്ചിട്ടില്ല, ഞാൻ ഭാര്യ അടിച്ചിട്ടില്ല.
ഭാര്യ വിഷമിപ്പിച്ചിട്ടില്ല എന്ന് എത്ര ആൾക്ക് പറയാൻ കഴിയും? എത്ര ഭാര്യമാർക്ക് പറയാൻ കഴിയും ഞാൻ എൻ്റെ ഭർത്താവിനെ വേദനിപ്പിച്ചിട്ടില്ല എന്ന്? നിങ്ങൾക്കറിയാമോ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ ബീവിയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തമ്മിൽ ഒരു ചെറിയ സൗന്ദര്യം ഒന്നുമല്ല, ചെറിയത്. വീട്ടിൽ വന്നു, നമ്മളെന്താ കാട്ടുക? വാപ്പൻ്റെ മോളെ കാട്ടി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരാണ്? അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ദത്തുപുത്രനാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് കണ്ണുരുട്ടിയാൽ ആര് പേടിക്കും? അലി അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടും സ്വഹാബി എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ശിഷ്യൻ എന്ന് മാത്രമല്ല, അവിടുത്തെ എളാപ്പയുടെ മകൻ എന്ന് മാത്രമല്ല, കുട്ടിക്കാലം തൊട്ടേ എല്ലാം വളർത്തത് ആരാണ്? അലി ഇബ്നു അബീ. നമ്മൾ ആരെ കൂടെ നിൽക്കുക? മോളെ കൂടെ നിൽക്കുക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അറിയോ? ഫാത്തിമ, ഇപ്പോഴെങ്ങാനും നീ മരിച്ച മയ്യത്തോലും ഞാൻ നിസ്കരിക്കൂല. ആരെ വെറുപ്പ് വാങ്ങിയിട്ട്? ഭർത്താവിന്റെ. ഇവിടെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നവും സംഭവിക്കാൻ പാടില്ല എന്ന് നമുക്ക് പഠിപ്പിക്കാൻ. അതൊക്കെ അപ്പൊ എന്നപ്പോ നിങ്ങൾക്ക് ചോദിക്കും, എന്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമാവിയും സൗന്ദര്യപ്പഴക്കം ഉണ്ടായിരുന്നു എന്ന്? ഇതല്ല. ഇതിങ്ങനെ പ്രശ്നം വന്നാൽ വാപ്പ ആരുടെ ഭാഗത്താ നിൽക്കേണ്ടത്? ഒരു സൈഡിലല്ല നിൽക്കേണ്ടത് വാപ്പ അവിടെ മസ്ലഹത്തിന്റെ മാർഗാണ്. എല്ലാറ്റിലും മാതൃക അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലില്ലേ? അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പറയുന്നു, ഇന്ന് രാത്രി ഇതിൽ കുറെ ഫാമിലികൾ ഉണ്ടാകും. എല്ലാത്തൊരു ഭാര്യയോട് ഭർത്താക്കൾ പൊരുത്തപ്പെടിക്കട്ടെ, ഭർത്താക്കൾ ഭാര്യയോട് പൊരുത്തപ്പെടിക്കട്ടെ. ഞങ്ങൾ തമ്മിൽ ഇനിമേലിൽ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകൂല എന്നങ്ങ് തീരുമാനിച്ചാൽ നമുക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യവും സന്തോഷവും സമാധാനം ചെറുതാകൂല. ഇതേത് ശാസ്ത്രം? അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ സന്ദേശങ്ങളും എല്ലാ മെസ്സേജുകളും 1500 അല്ല 15000 കൊല്ലം കഴിഞ്ഞാലും അതിന് വാലിഡിറ്റി നഷ്ടപ്പെടൂല. ഒന്നുകൂടി പറയാം, ഞാൻ എനിക്ക് കുറെ ഉണ്ടായിരുന്നു. 1960-70 കാലഘട്ടങ്ങളിൽ ലോകം മുഴുവനും ഉദ്ഘോഷിച്ചതായിരുന്നില്ലേ? ലോകത്തെ മുഴുവൻ ദാരിദ്ര്യത്തിനും കാരണം എന്താണ്? സന്താന വിസ്ഫോടനമാണ്. സന്താന വിസ്ഫോടനാണ്. പെറ്റ് പെരുക, പിന്നെ പട്ടിണി ഇല്ലാതെക്കൂ. 1960-70 ലോകത്തൊട്ടാ പട്ടിണി. ലോകം മുഴുവൻ. ഇതൊരു കർണാടക കണ്ടെത്തിയ കാരണമല്ല, കേരളം കണ്ടെത്തിയ കാരണമല്ല, ലോകം മുഴുവൻ കണ്ടെത്തിയ കാരണ. എന്നിട്ടാ നമുക്കൊന്ന് എന്ന തീരുമാനത്തില് ലോകം എത്തിയത്. എന്തോ ഇന്ത്യയിൽ ആ തീരുമാനം കർശനായിട്ട് നടപ്പിൽ വന്നില്ല. അതിന് കാരണം എന്താ? അന്നത്തെ പ്രഥമ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിനോട് ചോദിച്ചു, നിങ്ങൾ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് എന്ത് പറയുന്നു ചോദിച്ചു. രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു, എൻ്റെ അമ്മ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ അമ്മൻ്റെ 11ാമത്തെ മകനാ ഞാൻ എന്താവൂലായിരുന്നു? ഉണ്ടാകൂലായിരുന്നു. ആദ്യം നടപ്പിൽ വരുത്തിയ സ്ഥലമാണ് ചൈന. 1900 അങ്ങനെ പല അവയർനെസ് ക്യാമ്പുകൾ നടത്തി. 1971 നമുക്കൊന്ന് ബില്ല് പാസാക്കി വിജയിച്ചില്ല. 1980 ചൈന കർശന നിയമം കൊണ്ടുവന്നു. 1-ലേറെ കുഞ്ഞുങ്ങൾ പിറന്നാൽ പൗരാവകാശ നിഷേധം, തൊഴിൽ നിഷേധം, ഭീമമായ സംഖ്യ ഫൈൻ, ഒറ്റപ്പെടുത്തൽ, ബഹിഷ്കരിക്കല്, സഡൻലി ബ്രേക്കിട്ട പോലെ. എന്തായി? ആരും പ്രസവിക്കേണ്ടെന്ന്, വിവാഹിതരാകണ്ടെന്ന് തീരുമാനിച്ചു. ലിവിങ് ടുഗദർ ആകാമെന്ന് തീരുമാനിച്ചു. വിവാഹിതരാവുന്ന കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചു. കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് മതി എന്ന് പാടുള്ളൂ തീരുമാനം. ഇപ്പൊ എന്ത് സംഭവിച്ചു നിങ്ങൾ അറിഞ്ഞോ? ചൈന, റഷ്യ, ജപ്പാന്, സൗത്ത് കൊറിയ, പാശ്ചാത്യൻ രാജ്യങ്ങൾ, എന്തിനേറെ ഇന്ത്യക്ക് വരെ എന്തിനു സംഭവിച്ചു? ചന്ദ്രബാബു നായിഡു പറഞ്ഞങ്ങൾ അറിഞ്ഞോ? ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി വായിച്ചില്ലേ? ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ ചന്ദ്രബാബു നായിഡു wanted against dropping birth rate in Andhra Pradesh. He asked citizens to learn from the mistake of China, Russia,
ജപ്പാൻ, വെസ്റ്റേൺ കൺട്രീസ്. റഷ്യൻ്റെ അറിയണോ? ഇന്ത്യൻ്റെ 5 ഇരട്ടി വലിപ്പുണ്ട്. ഏത് കയറാല്? റഷ്യ. ഇന്ത്യയിൽ 148 കോടി ജനങ്ങൾ. അപ്പോൾ റഷ്യയിൽ എത്ര കോടി ജനങ്ങൾ വേണം? 700 കോടി ജനങ്ങൾ റഷ്യയിലോ. റഷ്യയിൽ ഇപ്പോൾ ആകെ എത്ര അറിയോ? 14 കോടി. എന്നിപ്പോൾ യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ ഒന്ന് ഗൂഗിൾ നോക്കിയാൽ മതി. എത്ര കോടിയാണുള്ളത്? 14. ഇന്ത്യൻ്റെ എത്ര? 5 ഇരട്ടി വലിപ്പമുള്ള രാജ്യത്ത് ആകെ എത്ര ഉള്ളത്? എങ്ങനെയാ പഠിച്ചോളാം മനുഷ്യന്മാർ പേടിക്കാതെ ജീവിക്കണതാവാൻ? ഇപ്പോ ബർത്ത് റേറ്റ് കുറഞ്ഞെന്ന് മാത്രമല്ല, റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നത് 4 കൊല്ലായി. കണ്ടമാനം ആളുകൾ യുദ്ധത്തിൽ രക്തസാക്ഷികളായി. കുറെ ആള് മൈഗ്രേറ്റഡ് ആയി. ഇപ്പൊ റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറഞ്ഞെന്തറിയോ? സഹോദരിമാരെ, നാട് ബാലൻസ് ചെയ്യണമെങ്കിൽ 8 പ്രസവിക്കുന്ന. ഓരോരുത്തർ എത്ര പെണ്ണം? 1 അല്ല 2 അല്ല, എത്ര? 8 പ്രസവിക്കണം എന്നാ. എന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നാട് നിലനിൽക്കുള്ളൂ എന്നാ. നല്ല രസമല്ല 8 പ്രസവിക്കാൻ? 8 ചുട മാതിരിയാണല്ലോ വിചാരിച്ചാൽ. എന്നാൽ ലോകത്ത് കോടിക്കണക്കിന് ദമ്പതികൾ മക്കളില്ലാത്തതില്ലേ? അവരെ റഷ്യൻ പ്രസിഡന്റ്. ചൈന പറഞ്ഞത് എന്ത്? സൗത്ത് കൊറിയ പറഞ്ഞെന്ത്? ഒരു കുട്ടി പറഞ്ഞാൽ അപ്പോ 30 ലക്ഷം 50 ലക്ഷം ഒക്കെ ഓഫർ ചെയ്യും. അപ്പൊ കുട്ടി പറഞ്ഞാൽ. കേരളത്തിന്റെ നിങ്ങളാ, കർണാടക എനിക്കറിയാം. കേരളത്തിൻ്റെത് കഴിഞ്ഞ വർഷം 50,000 കോടി രൂപയാണ് സ്കൂളുകൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി മോഡിഫൈ ചെയ്യാൻ. 45,000 സ്മാർട്ട് ക്ലാസ് റൂമാ. കൊല്ലം കുട്ടികൾ കുറവാ. ഇപ്പൊ പറഞ്ഞെന്താ? ബർത്ത് റേറ്റ് കേരളത്തിൽ കുറഞ്ഞു പോയി. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 1,07,000 സീറ്റാ. പക്ഷേ 75,000 സീറ്റേ വേക്കൻസി രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. 31,000 സീറ്റ് വേക്കൻസിയാണ്. ചന്ദ്രബാബു നായിഡു പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ ചെയ്യുമ്പോൾ എങ്ങാനും നിങ്ങളെ പാരൻസ് ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങളിവിടെ ഉണ്ടാകുമായിരുന്നോ? അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 2-ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിലേ ഞാൻ മത്സരിക്കാൻ അനുവദിക്കൂ എന്ന് ബില്ല് പാസ്സാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഞാൻ അങ്ങനെ പറയുമ്പോൾ ഇസ്ലാമിനെ കൊച്ചാക്കി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ലോകം തിരുത്തി പറയേണ്ടി വന്നിട്ടുണ്ട്. പറയുക തന്നെ ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഇസ്ലാം ഇന്ന് വരെ അഷ്റഫുൽ ഖൽഖ് സ്വലാത്തുകൾ. അപ്പം നമുക്ക് ആ അഷ്റഫുൽ ഖൽഖുകൾ മഹബത്ത് നമുക്ക് വേണം. ആ സ്വലാത്ത് നടണം. ചൈനങ്ങ തീരുമാനിക്കാൻ കാരണം എന്താ അറിയും? 2023 ഡിസംബർ 24 ഷീ ജിൻപിങ് പറഞ്ഞു, നാഷണൽ വിമൻസ് കോൺഫറൻസിൽ ജെൻഡർ ഈക്വാലിറ്റി എന്ന തത്വം ഞങ്ങൾ വലിച്ചെറിയുന്നു. കാരണം ചൈനയിൽ ആ കൊല്ലം മരിച്ചത് 14 മില്യനാണ്. 14 മില്യൺ എന്ന് പറഞ്ഞാൽ 1,40,00,000. ഒരു നാട്ടിൽ, ഒരു രാജ്യത്ത് 1,40,00,000. ഉദാഹരണത്തിന് മഅദിൻ 55 സ്ഥാപനമാണ്, 33,000 കുട്ടികളാണ്. ഫാർമസി കോളേജ് ഉണ്ട്, നല്ല നിലവാരമുള്ള പോളിടെക്നിക് ഉണ്ട്, ഓറിയന്റൽ കോളേജ് ഉണ്ട്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട്, MBA കോളേജ്, അങ്ങനെ 7 കോളേജ്. അതുപോലെ 55 സ്ഥാപനങ്ങൾ, 700 കുട്ടികൾ മുത്തവല്ലിൽ പഠിക്കുന്ന. അപ്പൊ അവിടുന്ന് ഒരു കൊല്ലം 4,000 ആളുകൾ പാസ് ഔട്ട്. ഒരു കൊല്ലം 4,000 ആള്. അതിന് എത്ര അഡ്മിഷൻ കൊടുക്കണം? ചുരുങ്ങിയത് 5,000 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തെങ്കിൽ ആ പ്രോസസ് ഇങ്ങനെയുള്ള നിലക്ക് വളരെങ്കിലോ 6,000-7,000 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കണം. അപ്പൊ ചൈനയിൽ 14 മില്യൺ ആളുകൾ മരിക്കുമ്പോ ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 മില്യണെങ്കിലും ജനിക്കണം. 2023 ചൈനയിൽ ജനിച്ചത് 9 മില്യൺ. മരിച്ചതോ 14. എത്ര കുറവ്? 5 ലക്ഷം കുട്ടികളുടെ കുറവ്. ഇപ്പോഴാണ് ചൈന കണ്ണു തുറക്കുന്നത്. ഇപ്പൊ ചൈന പറഞ്ഞത് എന്താ? ഈ തത്വങ്ങളൊക്കെ ഇങ്ങനെ പോയാൽ ചൈനയിൽ, ഇന്ത്യയിലും 2047 ആകുമ്പോൾ, 2047 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് യുവാക്കൾ നന്നേ കുറയും. ഇവിടെയാണ് ഇനി ഇതുപോലെ 100 കണക്കിന് ഉദാഹരണം എൻ്റെ മുമ്പിലുണ്ട്. നിങ്ങൾ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കണം. ആ ഒരു കണക്ഷൻ നമുക്കുണ്ടായാൽ കുല്ലു ഹസബിൻ വനസബിൻ വസബബിൻ മുൻഖതിൻ യൗമൽ ഖിയാമ ഇല്ലാ ഹസബി വനസബി വസബബി.
നിങ്ങളുടെ ഏത് ട്രഡീഷനുകളും നിങ്ങളുടെ ഏതേത് കണക്ഷനുകളും നിങ്ങളുടെ ഏത് പൊസിഷനുകളും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് മരിച്ചാൽ ആ നിമിഷം പ്രധാനമന്ത്രി പ്രൈമറി മിനിസ്റ്റർ ഇതങ്ങ് നഷ്ടപ്പെട്ടില്ലേ, വേറെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കണ്ടേ? എന്നാ റസൂൽ ആ റിസാലത്ത് അവസാനിക്കുമോ? ഇമാമത്ത് അവസാനിക്കുമോ? അവിടത്തെ കണക്ഷൻ, അവിടത്തേക്ക് സ്വലാത്തു ചൊല്ലിയാൽ, അവിടത്തേക്ക് കുടുംബം, അവിടത്തേക്ക് മൗലിദോദിയാൽ ആ ബന്ധം അവസാനിക്കൂല, അതെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. ഇതല്ലേ മഅദിൻ എന്ന് പറയുന്ന സ്ഥാപനം. 28 കൊല്ലം തുടങ്ങുമ്പോൾ ബിഗ് സീറോ, 1 സെന്റ് ഭൂമിയില്ല. അന്ന് മഅദിനിൽ വന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? 28 കൊല്ലം വന്നവരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം. ഇന്ന് 250 ഏക്കറയാണ്. ഇന്നത്ര? അതോ മലപ്പുറം നാഷണൽ ഹൈവേ റോട്ടിൽ, കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേ റോട്ടിലാണ്. എങ്ങനെ? സ്വലാത്തിന്റെ ബർക്കത്ത്. അപ്പൊ ഇൻഷാ അള്ളാ ഈ മൗലിദിന്റെ മജ്ലിസിൽ നമ്മളൊരു പ്രഖ്യാപനം നടത്തിയാൽ നമുക്ക് വലിയ നേട്ടം ഉണ്ടാകും. അൽഹംദുലില്ലാ നമ്മൾ കുറെ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാറുണ്ടായിരുന്നു. ഇപ്പോ കഴിഞ്ഞ വർഷം ഒരു പാവപ്പെട്ട ഉസ്താദിന് വീട് വെച്ച് കൊടുത്തു. ഇൻഷാ അള്ളാ ഇത്തവണ 2 ഉസ്താദുമാർക്കാണ് വീട് വെച്ച് കൊടുക്കുന്നത്. ഈ വീട് വെച്ച് കൊടുക്കുന്നതിൽ ഒരു ഉസ്താദിന് വീട് വെക്കാൻ 800 സ്ക്വയർ ഫീറ്റ്. എത്ര? 800. 1 സ്ക്വയർ ഫീറ്റിന് 1000 ദിർഹമാണ്. അപ്പൊ ഇൻഷാ അള്ളാ ഓരോരുത്തരും ഇൻഷാ അള്ളാ ആരെങ്കിലും ഒരാള് 50 സ്ക്വയർ ഫീറ്റോ 100 സ്ക്വയർ ഫീറ്റോ ആരെങ്കിലും പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടാകുമോ? ഏറ്റവും കൂടുതൽ ആരാ പറയാൻ പറ്റുക? 1 സ്ക്വയർ ഫീറ്റിന് 100 ദിർഹമാണ്. ഇൻഷാ അള്ളാ ആരാണ്? डॉक्टर हरि प्रसाद आइए, तशरीफ आइए, बैठिए. MLC AIC सेक्रेटरी. थैंक यू सो मच. ओ थैंक यू सो मच. इंशाअल्लाह. അപ്പോൾ ആരാണ് ഡൊണേറ്റ് ചെയ്യാൻ? ഒരു 50 സ്ക്വയർ ഫീറ്റ് പറയാൻ ആരെങ്കിലും 50 സ്ക്വയർ ഫീറ്റ് നിൽക്കുമ്പോൾ 5000 റുപ്യ ആരുണ്ടാകുമോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിന് മാഷാ അല്ലാഹ് എപ്പം വന്നാലും 1 ലക്ഷം ഞാൻ 50,000 5000 തന്നെ ആക്കി കൊടുന്നാൽ 50 വിഷമാകോ? അൽഹംദുലില്ലാ ലത്തീഫ് ഹാജി എപ്പം വന്നാലും തുടങ്ങാറുള്ളത് അൽഹംദുലില്ലാ പ്രിയപ്പെട്ട ലത്തീഫ് ചുണ്ടിക്കുപ്പൈ ലത്തീഫ് ഹാജി 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ ഉറക്കെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് സഹസ് ഉറക്ക ചൊല്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ. اللهم صل على محمد يا ربي صل عليه وسلم. അർഹമുർ റഹീമായ അല്ലാഹ് ലത്തീഫ് ഹാജിക്ക് പരാജയങ്ങൾ നൽകല്ല അല്ലാഹ്. ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ട, കോടികൾ ചെലവഴിക്കേണ്ട, ആയിരങ്ങൾ ചെലവഴിക്കേണ്ട രോഗങ്ങൾ നൽകല്ല അല്ലാഹ്. എല്ലാ രോഗത്തിൽ നിന്നും നീ സലാമത്താക്കണേ അല്ലാഹ്. പാവപ്പെട്ട ഉസ്താദിന് വീട് വെക്കുന്ന കാരണമായി അവർക്ക് അവരുടെ വാപ്പ ഉപ്പാപ്പമാർക്ക്, അവരുടെ ഉമ്മാമ്മമാർ, ഭാര്യ, മക്കൾക്ക് സ്വർഗത്തിലേക്ക് ഒരു ഭവനം പടുത്തുയർത്തണേ അല്ലാഹ്. ദുനിയാവ് ആഖിറം നീ വിജയിപ്പിക്കണേ അല്ലാഹ്. നിങ്ങൾ ആമീൻ ഉറക്കെ പറയണം പ്രിയപ്പെട്ടവരെ. ദുനിയാവ് ആഖിറം വിജയിപ്പിക്കണേ അല്ലാഹ്. ഇസ്സത്തിലാക്കണേ അല്ലാഹ്. സലാമത്തിലാക്കണേ അല്ലാഹ്. ഇഹപര വിജയം നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ. ഇനി ആരെങ്കിലും ഉണ്ടാകുമോ? ഒരാൾ കൂടി 1,50,000 പറയാൻ പറ്റുന്നവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? 50,000 റുപ്യ. പേരെന്താണ്? അബൂബക്കറിന്റെ ചേട്ടൻ ഹംസ കൊട്ടുമൊഴിൽ. അൽഹംദുലില്ലാ 50,000 രൂപ. റബ്ബനി ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. തൊട്ടൊക്കെ പൊന്നാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ പരാജയങ്ങൾ നൽകല്ല അല്ലാഹ്. അധോഗതി നൽകല്ല അല്ലാഹ്. അൽഹംദുലില്ലാ. ഇപ്പോ 1.5 ലക്ഷമായി, 1.25 അൽഹംദുലില്ലാ. ഇനി ആരാ ഒരു 50,000 കൂടി പറയാൻ പറ്റുന്നത്?
അൽഹംദുലില്ലാ അഷ്റഫ് ഹാജി എരുമാട് വരുന്ന ഡിസംബറിൽ മകളുടെ കല്യാണം നടക്കുകയാണ്. നല്ല റാഹത്തുള്ള കുടുംബജീവിതം ആക്കണേ അല്ലാഹ്. AC കാർഗോ അൽഹംദുലില്ലാ മഅദിലേക്കുള്ള 300 കിതാബ് അൽഹംദുലില്ലാ 1 രൂപ പ്രതിഫലം വാങ്ങാതെ നാട്ടിലേക്ക് എത്തിക്കുന്നു. ഇന്ന് പുതിയ കൗണ്ടർ ഉദ്ഘാടനം ചെയ്യും. വലിയ ബിസിനസ് ബർക്കത്ത് നൽകണേ അല്ലാഹ്. തൊട്ടൊക്കെ പൊന്നാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ദുനിയാവ് ആഖിറം നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ 2.25 ലക്ഷമായി. ഇനി ആരാ ഒരു 50,000 പറയാൻ പറ്റുന്ന ഒരാള് ആരെങ്കിലും ഉണ്ടാവുമോ? പത്ത് സ്ക്വയർ ഫീറ്റ് വരാൻ പറ്റുന്ന 1000 ദിർഹം വരാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ 1500 വാർഷികമാണല്ലോ ജന്മദിനാണ്. അപ്പോൾ ഒരു 1500 അൽഹംദുലില്ലാ 1500 ദിർഹം വരാൻ പറ്റുന്ന ആരൊക്കെ ഉണ്ടാവും? 1500 പ്രസിഡന്റ് റഫീഖാജി അൽഹംദുലില്ലാ, അഹമ്മദ് ചാമോ അൽഹംദുലില്ലാ 1500 രൂപ. റഫീഖാജി അൽഹംദുലില്ലാ. 2 വൈസ് പ്രസിഡന്റും അൽഹംദുലില്ലാ. 2 പേർക്കും നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. ദുനിയാവ് ആഖിറം വിജയിപ്പി 1500 വാർഷിക ജന്മദിനത്തിൽ ഇൻഷാ അല്ലാഹ് 1500 ദിർഹം പറയാൻ പറ്റുന്നവര്. മൂന്നാമത്തെ ഒരാള് പെട്ടെന്ന് പറഞ്ഞാല് ആരെങ്കിലും ഉണ്ടാവൂലേ? ഇന്ന് 1000 പറയാൻ പറ്റുന്നവര് പെട്ടെന്ന് സമയം. എനിക്ക് നാളെ സുബഹി നിസ്കരിച്ചിട്ട് ഒമാനിലേക്ക് പോകണം, വന്നിട്ട് നാളെ തന്നെ തിരിച്ചു പോകണം. അപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അബൂക്കറാജി ഏതാ നമ്മളെ അബൂക്കറാജി അൽഹംദുലില്ലാ 1000 ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. നിങ്ങൾ ആമീൻ പറയാൻ യാതൊരു ലുബ്ധയും കാണി. റബ്ബെ നമുക്ക് അതിലേക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ഏത് ചെപ്പിയിലാ മുത്തെന്ന് അറിയാൻ പറ്റും. റബ്ബെ നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഹബി നാപ്പോക്ക് അൽഹംദുലില്ലാ 1000 ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ. ഇനി ആരാണ് 1000 പറയാൻ പറ്റുന്നവര്? അഞ്ഞൂറ് പറയാൻ പറ്റുന്ന കുറച്ച് ആളുകൾ 500 പറയാൻ പറ്റുന്ന കുറച്ച് ആളുകൾ. സുബൈർ എരുമാട് സെക്രട്ടറി ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഫത്ത് സലാമത്ത് നൽകണേ അല്ലാഹ്. ശാരീരിക മാനസിക പൈശാചിക വശങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ. ഇനി ആരാണ് 500 പറയാൻ പറ്റുന്ന കുറച്ച് ആളുകൾ? അൽഹംദുലില്ലാ അഷ്ഫാഖ് 500 ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ. ഇത് ഇവർ കൊടുത്തയച്ചല്ലേ? വാപ്പാരെ കൊടുത്തതല്ലേ? കൊടുത്തതല്ലേ? അൽഹംദുലില്ലാ 500 വക്കായിട്ടാൽ ഖലീലുൽ ആജിലു ഖൈറു മിനൽ കതീരിൽ അഹാജിൽ. റബ്ബനി ഖൈറു ബറക്കത്ത് വാരിക്കോരി നൽകണേ അല്ലാഹ്. ആ മകൻ ഉമ്മാക്ക് ഉപ്പാക്ക് കുടുംബത്തിന് സ്വർഗത്തിലേക്ക് വലിയ സമ്പാദ്യമാക്കണേ അല്ലാഹ്. അവരെ കൊണ്ട് ആ കുടുംബത്തെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ദുനിയാവ് ആഖിറം നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ. ഇനി ആരാ 500 പറയാൻ പറ്റുന്നവര്? സാഫി സഖാഫി അൽഹംദുലില്ലാ 500 ഖൈറു ബറക്കത്ത് ട്രഷറാണ്. ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഇബ്രാഹിം ഉസ്താദ് കുഞ്ചില ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ. ഇനി ആരാണ്? ഇനി ആരെങ്കിലും ഉണ്ടോ? അഞ്ഞൂറ് പറയാൻ പറ്റുന്ന ഒരു സഹോദരിമാരുടെ ഭാഗത്തോ മറ്റോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം. ഷിഹാബ് കൊളക്കയിൽ 500 ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ 500 ചോദിച്ച ഹംസ എരുമാട് 1000 അല്ലാഹു അക്ബർ ഡബിൾ വിജയം നൽകണേ അല്ലാഹ്. ദുനിയാവ് ആഖിറം സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഒരിടത്തും നീ പരാജയം നൽകല്ല അല്ലാഹ്. അൽഹംദുലില്ലാ. ഇനി ആരാണ്? ഇനി ആരെങ്കിലും ഉണ്ടോ പറയാൻ പറ്റുന്നവര് പെട്ടെന്ന് പറഞ്ഞാല്? എത്രയാണ്?
ഇർഷാദ് കൊട്ടമുടി 500. ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാ, ഫത്ഹ് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. അൽഹംദുലില്ലാ. ഇനി ആരെങ്കിലും പെട്ടെന്ന് സമയം വളരെ വൈകിയ, നാളെ വർക്കിൻ്റെ ആണല്ലോ, നമ്മൾ ആരും വർക്ക് 11:30 അൽഹംദുലില്ലാ. അബുദാബി കമ്മിറ്റി വക 1500 ദിർഹം. കമ്മിറ്റി മെമ്പേഴ്സിനെല്ലാം നീ ഫത്ഹ് നൽകണേ അല്ലാ, ഖൈറു ബറക്കത്ത് നീ നൽകണേ അല്ലാ, ദുനിയാവ് ആഖിറം നീ വിജയിപ്പിക്കണേ അല്ലാ. അൽഹംദുലില്ലാ. ഇനി ആരാണ്? 313 ദിർഹം പറയാൻ പറ്റുന്ന ബദരീങ്ങളായത്. അത് കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, പെട്ടെന്ന് പറഞ്ഞാൽ. ബദരീങ്ങളെ മദദ് നീ നൽകണേ അല്ലാ. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാ ഒരു 100 ദിർഹം കയ്യിലെടുക്കാൻ പറ്റുന്നവർ പെട്ടെന്ന്. ഇസ്മായിൽ മൂർനാൾ 313 കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാ. അൽഹംദുലില്ലാ. മൂപ്പര മകൻക്ക് MBBS സീറ്റ് കിട്ടി, നല്ല സ്ഥാനത്തിൽ എത്തിക്കണേ അല്ലാ. അൽഹംദുലില്ലാ. ഹമീദ് ഷാമിൽ 2000 ദിർഹം, 3 മക്കളും നീ ഭക്ഷണം. റബ്ബനി ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. വൈസ് ചെയർമാൻ അൽഹംദുലില്ലാ. ഹനീഫ എമ്പട്ടി 333 റബ്ബനി ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാ. 300. ഇനി ആരാണ്? ആലിക്കര ഇരുമാട് 313 ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. യൂസുഫാജി അസ്വാജിക്ക 313 ഖബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി ആരാണ്? ഇൻഷാ അല്ലാ. താങ്ക് യു സോ മച്ച്. വരെ പ്രസംഗം ചെയ്യണം കഴിഞ്ഞാൽ ഇത്തിഫാജി മാഷാ അല്ലാ ബറക്കല്ലാഹ്. സലാമത്ത് ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി ആരാണ്? എന്നാ 100 റുപ്യ കയ്യിൽ റൊക്കായിട്ട് എടുക്കാൻ പറ്റുന്നോല് എല്ലാവരും എഴുന്നേൽക്കവരി. ഇൻഷാ അല്ലാ. സ്വല്ലല്ലാഹു അലാ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ആ ദിക്ർ എല്ലാവരും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. എല്ലാവരും എഴുന്നേൽക്ക. കയ്യിൽ ഒന്നും ഉള്ളോലില്ല. ഇബ്രാഹിം നാപ്പോക്ക് 313 റബ്ബനി ഭാര്യക്ക് അസുഖനി ശിഫയാക്കണേ അല്ലാ, സലാമത്തിലാക്കണേ അല്ലാ. അൽഹംദുലില്ലാ. എല്ലാവരും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ വഅലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി 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 വസല്ലം. അല്ലാഹു
തങ്ങളുടെ ദുആക്ക് ശേഷം ദഫ് റാത്തീബ് ഇവിടെ നടക്കും. ഇൻഷാ അല്ലാഹ് ആരും പോകരുതെന്ന് അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആകർഷണീയായ ദഫ് റാത്തീബ് ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ ശേഷം എല്ലാവരും ഉബുർ റസൂൽ സലാത്ത് ഗ്രൂപ്പിൽ വന്ന സ്വലാത്ത് ഒറ്റ നിങ്ങൾ പറഞ്ഞു. 17,63,776 സ്വലാത്ത് നമ്മുടെ കൊടക് സുന്നി വെൽഫെയറിൻ്റെ കീഴിലുള്ള ഹുബ്ബുർ റസൂൽ സ്വലാത്ത് ഗ്രൂപ്പിലൂടെ എല്ലാവരും ചൊല്ലിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ ഹമീദ് ചനാപ്പോക്കലു, അഷ്റഫ് കുഞ്ചില, അതുപോലെ മറ്റുള്ള എല്ലാ സ്വലാത്ത് ചൊല്ലിയവർക്കും ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് അവർ ദുആ ചെയ്യും. അതെ, കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിച്ച് അതിൻ്റെ പ്രോത്സാഹനമായിട്ട് ഇൻഷാ അല്ലാഹ് തങ്ങൾ അവർക്ക് ചെറിയൊരു ഹദിയ നൽകും. ഇൻഷാ അല്ലാഹ് വോളണ്ടിയർമാരെല്ലാം ശ്രദ്ധിക്കണം. ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, ആരും വിട്ടുപോകരുത്.
അവർക്കൊക്കെ നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാ. കൊണ്ടാണ് നാളെ വർക്കിംഗ് ഡേ ആണ്. 11 കഴിഞ്ഞിട്ട് الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا رب العالمين. اوصل اللهم ثواب ما صليناه وما هدينا وما قرأناه من القرآن العظيم إلى حضرة نبيك المصطفى محمد صلى الله عليه وسلم ثم إلى حضرات أرواح جميع الأنبياء والمرسلين وأزواجه الطاهرات أمهات المؤمنين وآله وأهل بيته وذريته وعترته إلى يوم الدين وأصحابه سادات البدريين والعهديين بقية الصحابة والقرابة وكافة أولياء الله تعالى من مشارق الأرض إلى مغاربها. أرحم الراحمين الله കൊടുക വെൽഫെയർ അസോസിയേഷൻ റബ്ബേ ധാരാളം സ്തുത്യർഹങ്ങളായ സേവനങ്ങൾ ചെയ്യുന്ന റബ്ബേ, ഈ കുറഞ്ഞ കാലം കൊണ്ട് എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു. കഴിഞ്ഞ വർഷം ഒരു ഉസ്താദിന് വീട് വെച്ച് കൊടുത്തു. ഈ വർഷം 2 പാവപ്പെട്ട നിന്റെ ദീനിന്റെ ഖാദിമീങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു റബ്ബേ. എത്രയോ നല്ല മജ്‌ലിസുകൾ നടത്തുന്നു റബ്ബേ. ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നു റബ്ബേ. എല്ലാവരും വന്ന തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ അല്ലാ. വരും കാലങ്ങൾ തെറ്റുകുറ്റങ്ങളിലാ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഈ സംഘടന നേതൃത്വത്തിന് ശക്തി നൽകണേ അല്ലാ. ഹിമ്മത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ശാരീരിക മാനസിക പൈശാചിക അസുഖങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ലാ. യാ അല്ലാഹ്, ഞങ്ങൾക്കാർക്കും ഹാർട്ടിന്റെ ഹോൾക്ക് ബ്ലോക്ക് ലീക്ക് നൽകല്ല അല്ലാ. കൈകാലുകൾ കടച്ചിൽ തരിപ്പ് ക്ഷീണം തറച്ചകൾ നൽകല്ല അല്ലാ. ഒടിഞ്ഞതും മുറിഞ്ഞതും നീ ശിഫയാക്കണേ അല്ലാ. യൂറിക് ആസിഡ് തകരേണ്ട അസുഖം നൽകല്ല അല്ലാ. മൂത്രാശയത്തിലോ കിഡ്നിയിലോ റബ്ബേ കിഡ്നി കല്ലിന്റെ സ്റ്റോണിന്റെ തകരാറ് നൽകല്ല അല്ലാ. ഡോക്ടർമാർ ഗുരുതരമായ 4th സ്റ്റേജിലാണ്. ലങ്സിനാണ്, ബ്രെയിനാണ്, ലിവറിനാണ്, ബ്ലഡിലാണ് ക്യാൻസർ എന്നൊക്കെ പറയുന്നു റബ്ബേ. എല്ലാ വൈറസുകളും ഫംഗസുകളും ബാക്ടീരിയകളും രോഗാണുക്കളും ഞങ്ങളുടെ കുടുംബത്തെയും നീ രക്ഷപ്പെടുത്തലേ അല്ലാ. യാ അല്ലാ, ഞങ്ങൾക്കാർക്കും മാരകമായ രോഗങ്ങൾ നൽകല്ല അല്ലാ. മാരകമായ രോഗങ്ങൾ നൽകല്ല അല്ലാ. 1,05,000 ദിർഹം നൽകാമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ലത്തീഫ് ഹാജി റബ്ബേ എപ്പം ചോദിച്ചാലും തരുന്നവരാണ് റബ്ബേ. അവർക്ക് നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. 50,000 നൽകുന്ന സഹോദരങ്ങൾ റബ്ബേ 25,000 നൽകുന്നവർ 1,500 ദിർഹം, അതുപോലെ തന്നെ 1000 ദിർഹം, 500 ദിർഹം, അവർക്കെല്ലാം നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാ. ഫത്ഹ് സലാമത്ത് നൽകണേ അല്ലാ. ശാരീരിക മാനസിക പൈശാചിക അസുഖങ്ങളിൽ നീ ശിഫയാക്കണേ അല്ലാ. യാ അല്ലാഹ്, ഞങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വണ്ടർക്കടവ് സുബൈർ ഹാജി റബ്ബേ എല്ലാ രോഗവും നീ ശിഫയാക്കണേ അല്ലാ. ഉസ്മാൻ ഹസന്റെ മക്കളുടെ കല്യാണം നാളെ നടക്കുന്നത്. മുഹമ്മദ് ഫഹദ് ഫാരിസിയും അതിന് ഫാത്തിമ ഫിസുമുള്ള കുടുംബജീവിതം നിക്കാഹ് സന്തോഷപൂർണ്ണ കുടുംബജീവിതാക്കണേ അല്ലാ. സന്തോഷപൂർണ്ണ കുടുംബജീവിതാക്കണേ അല്ലാ. ഐശ്വര്യപൂർണ്ണ കുടുംബജീവിതമാക്കണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളെ എത്തിക്കാൻ ദീർഘകാലം ഉസ്താദായ വയനാട്ടിലെ അഷ്റഫ് സഖാവി മരിച്ച ആണ്ടിന്റെ ദിവസമാണ്. അവരെ ഖബറിൽ സ്വർഗ്ഗാക്കണേ അല്ലാ. വിശാലാക്കണേ അല്ലാ. റബ്ബേ കർണാടകയിലെ മഞ്ഞനാട് അബ്ദുള്ള മുസ്ലിയാർ ഞങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന വ്യക്തിത്വമാണ്. അവരുടെ ഫീൽഡ് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ വളരെ നന്നായി പ്രവർത്തിക്കുന്നു. അവരുടെ ഉമ്മ ഇന്ന് മരിച്ചു റബ്ബേ. ആ ഉമ്മയുടെ ഖബറിനെ സ്വർഗ്ഗമാക്കണേ അല്ലാ. ഖബറിനെ സ്വർഗ്ഗമാക്കണേ അല്ലാ. വിശാലമാക്കണേ അല്ലാ. മഹാനായ താജുൽ ഉലമ കൂറത്തങ്ങൾ, അതുപോലെ കൻസുൽ ഉലമ, നൂറുൽ ഉലമ, അതുപോലെ തന്നെ മഹ്മൂദ് മുസ്ലിയാർ, ഷറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ്, അതുപോലെ താജുൽ ഫഖഹ ബേക്കൽ ഉസ്താദ്, അതുപോലെ തന്നെ കൊടക് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് നേതൃത്വം നൽകിയ പലരും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. ആ ഖബറുകളൊക്കെ നീ സ്വർഗ്ഗമാക്കണേ അല്ലാ. വിശാലമാക്കണേ അല്ലാ. അവർ ഞങ്ങളും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. സ്വർഗീയ സുഖങ്ങൾ നൽകണേ അല്ലാ. റബ്ബേ തൊഴിൽരഹിതർക്ക് ഖൈറായ തൊഴിൽ നൽകണേ അല്ലാ. തൊഴിൽ പ്രമോഷൻ നൽകണേ അല്ലാ. ശമ്പള വർധന നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ, കൃഷികളിൽ, ഫാക്ടറികളിൽ, മില്ലുകൾ, വീടുകൾ